ഹലോ. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലെ ഫുൾ ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അറ്റ് മാഗ്നറ്റിക് പോൾ ആംഗിൾ ഓഫ് ഡിപ്പ്. നമുക്കറിയാം ഡിപ്പ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ടോട്ടൽ ഫീൽഡ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത്. ഡിപ്പ് 0 മുതൽ 90 ഡിഗ്രിയാണ് വേരി ചെയ്യുന്നത്. മാഗ്നറ്റിക് ഇക്വേറ്ററിൽ ഡിപ്പ് 0 ആയിരിക്കും, പോളിൽ എന്തായിരിക്കും ഡിപ്പ് 90 ഡിഗ്രി ആയിരിക്കും. അത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോളിലെ ഡിപ്പിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 4th ഓപ്ഷൻ 90 ഡിഗ്രി. അടുത്തിവിടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രോൺ മൂവ്സ് ഓൺ എ സ്ട്രൈറ്റ് പാത്ത് പി ക്യു ആസ് ഷോൺ ഇൻ ഫിഗർ. എ കോയിൽ ഈസ് ഹെൽഡ് അഡ്ജസ്റ്റ് ദ പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്, ഒരു കണ്ടിന്യൂസ് കറണ്ട് അല്ല. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഇലക്ട്രോണിൻ്റെ ഒരു കറണ്ട് എന്ത് ചെയ്യും? ആദ്യം ആ സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ കറണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ലെൻസസ് ലോ പ്രകാരം ഇവിടെ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതിനുശേഷം ഇലക്ട്രോൺ അകന്നു പോകുമ്പോൾ കറണ്ട് അതുപോലെ കുറയുകയും ചെയ്യും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. കാരണം ഇവിടെ ഒരു സപ്ലൈയിൽ നിന്ന് വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള കറണ്ട് അല്ല. ഒരു സിംഗിൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അത് ഈ കോയിലിൻ്റെ നിയർ ബൈ റീജിയനിൽ എത്തുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാക്കും. ആ ഇലക്ട്രോൺ അകന്നു പോകുമ്പോൾ ആ കറണ്ട് അകന്നു പോകും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അടുത്ത് വരുമ്പോൾ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ അകന്നു പോകുമ്പോൾ വേറെ ഡയറക്ഷനിലായിരിക്കും. കാരണം കറണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ കോയിൽ വിൽ റിവേഴ്സ് ഡയറക്ഷൻ ആസ് ദ ഇലക്ട്രോൺ ക്രോസസ്. നേരത്തെ ഉണ്ടായ ഡയറക്ഷൻ റിവേഴ്സ് ആയിട്ടുണ്ടാകും അകന്നു പോകും. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ കനോട്ട് സീ ക്ലിയർലി ഡിസ്റ്റൻസ് മോർ ദാൻ 40 സെൻറ്റിമീറ്റർ. അപ്പോൾ 40 സെൻറ്റിമീറ്ററിനപ്പുറം ഉള്ളത് കാണാൻ പറ്റുന്നില്ല, അപ്പോൾ ഷോർട്ട് സൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് യൂസ് ചെയ്യേണ്ട ലെൻസിൻ്റെ പവർ എത്ര? അപ്പോൾ 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ മോർ ദാൻ 40 സെൻറ്റിമീറ്റർ. അപ്പോൾ മോർ ദാൻ 40 സെൻറ്റിമീറ്റർ ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺകേവ് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഈ ഷിഫ്റ്റ് ചെയ്ത ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്തായിട്ട് വരത്തക്ക രീതിയിൽ നമ്മളൊരു ലെൻസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ F = -x എന്തെടുത്താൽ മതി. അപ്പോൾ ഈ ഷിഫ്റ്റഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് 40 സെൻറ്റിമീറ്റർ അപ്പുറമുള്ളത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ 40 എന്ന് പറയുന്നത് നമ്മൾ ഫോക്കൽ ലെങ്ത് വരത്തക്ക രീതിയിൽ ഒരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്യേണ്ട കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് -40 സെൻറ്റിമീറ്റർ. അപ്പോൾ പവർ എന്ന് പറയുന്നത് എന്ത് വരും? -100/40 അല്ലേ? അപ്പോൾ എത്ര ഡയോപ്റ്റർ യൂസ് ചെയ്താൽ മതി? -2.5 ഡയോപ്റ്റർ യൂസ് ചെയ്താൽ മതി, ഷോർട്ട് സൈറ്റ് ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മിറാഷ് ഉണ്ടാകുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ. അടുത്തത്, ദ എനർജി ഓഫ് ഫോട്ടോൺ ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് 450 നാനോമീറ്റർ. അപ്പോൾ 450 നാനോമീറ്റർ വേവ് ലെന്തിലുള്ള ഫോട്ടോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. അപ്പോൾ നമുക്ക് ആദ്യം എനർജി ഷോർട്ട് കട്ടിൽ കണ്ടുപിടിക്കാം. ഇലക്ട്രോൺ വോൾട്ടിന് എനർജി കണ്ടുപിടിക്കാൻ, എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1240 ബൈ വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ. അല്ലെങ്കിൽ പിന്നെ hc/λ യൂസ് ചെയ്യണം. അതാകുമ്പോൾ സ്റ്റെപ്പ് കൂടും, ഡയറക്റ്റ് ജൂളിൽ കിട്ടും. Hഉം Cയും ഒക്കെ കൊടുത്തിട്ട് ഇതാകുമ്പോൾ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ ആയിരിക്കും ആദ്യം എനർജി കിട്ടുന്നത്. 1240 ബൈ വേവ് ലെന്ത് ഇൻ നാനോമീറ്റർ. അപ്പോൾ 1240 ബൈ വേവ് ലെന്ത് ഇൻ നാനോമീറ്റർ 450 ആണ്. അപ്പോൾ 124/45 എന്ന് വരും. അപ്പോൾ 2.75 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 2.75 ഇലക്ട്രോൺ വോൾട്ട്. ഇതിനെ എന്ത് ചെയ്താൽ മതി? ജൂളിലാക്കിയാൽ മതി. അപ്പോൾ ഇത് 2.75 × 1.6 × 10⁻⁻19. അപ്പോൾ അത് 4.4 × 10⁻⁻19 ജൂൾ എന്ന് കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിനും പ്രോട്ടോണിനും സെയിം ഡി ബ്രോഗ്ലി വേവ് എന്ത്? അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇലക്ട്രോണിനും പ്രോട്ടോണിനും സെയിം ഡി ബ്രോഗ്ലി എന്ത്? ലാംഡ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ലാംഡ ഓഫ് പ്രോട്ടോൺ അല്ലേ? അപ്പോൾ h/ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു h/ എന്താ? മൊമെൻറ്റം ഓഫ് എന്താ? മൊമെൻറ്റം ഓഫ് പ്രോട്ടോണും ഇലക്ട്രോൺ, ഫോട്ടോൺ അല്ല പ്രോട്ടോൺ. h/b എന്നിട്ടാ പോരെ. ഇനി മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജി മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv² ആണ്. രണ്ട് സ്ഥലത്ത് ഒരു m കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്ത് കഴിഞ്ഞാൽ ഇത് m² b² / 2m ആവും. അപ്പോൾ ഇതെന്തായി?
p² ഡിവൈഡഡ് ബൈ 2m ആയി. അപ്പോൾ കൈനറ്റിക് എനർജി EK നമുക്ക് എങ്ങനെ എഴുതാം? മൊമെൻറ്റത്തിന് എങ്ങനെ എഴുതാം? മൊമെൻറ്റം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? മൊമെൻറ്റം p² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു m ഇൻറ്റു എന്താണ് കൈനറ്റിക് എനർജി. അപ്പോൾ p ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? √2 ഇൻറ്റു m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇനി ഇവിടെ രണ്ട് പേരുടെയും മൊമെൻറ്റം എന്ന് പറയുന്നത്, അപ്പോൾ ഡിപ്രോക്ലി വേവ് ലെങ്ത് ഈക്വൽ ആണെങ്കിൽ മൊമെൻറ്റം ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ p ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? p ഓഫ് പ്രോട്ടോൺ എന്ന് കിട്ടി. അപ്പോൾ √h ബൈ എന്താ √2 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ EK ഓഫ് ഇലക്ട്രോൺ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? √2 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. 2 രണ്ട് സ്ഥലത്തു നിന്നും കട്ടായി പോയി. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ ഇങ്ങനെ കിട്ടും. എന്താ റിലേഷൻ എന്താ വരുന്നത്? സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ME ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു MP ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ EK ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? MP ബൈ ME ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ആയിരിക്കും. അതിൽ MB എന്ന് പറയുന്നത് വെരി വെരി ഗ്രേറ്റർ ദാൻ ME ആണ്. ഏകദേശം ഇലക്ട്രോണിനെ കാട്ടി 1830 ടൈംസ്, അവർ അപ്രോക്സിമേഷനാണ്, അത്രയും ടൈംസ് ഹെവിയർ ആണ് പ്രോട്ടോൺ. ഇലക്ട്രോൺ ലൈറ്റർ പാർട്ടിക്കിളാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസും നമ്മളുടെ റേഷ്യോ വളരെ ലാർജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് രണ്ടുപേർക്കും മൊമെൻറ്റം സെയിം ആണ്. മൊമെൻറ്റം സെയിം ആവുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് സെയിം ആവും. അപ്പോൾ കൈനറ്റിക് എനർജി രണ്ടുപേർക്ക് സെയിം അല്ല. അപ്പോൾ ഇവിടെ മോർ കൈനറ്റിക് എനർജി പൊസസ് ചെയ്യുന്ന ആരായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി പ്രോട്ടോണിനെ കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റിൽ 25% അൺഡീക്കേഡ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലി ഇൻ എ സാമ്പിൾ. അപ്പോൾ ഒരു സാമ്പിളിൽ 25%, ഇപ്പോൾ നിൽക്കുന്നത് 25%, 8 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് 12.5% പോയി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്, ഈ സാമ്പിളിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 25% നിന്ന് 12 പോകുമ്പോൾ 8 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? 8 സെക്കൻഡാണ്. 8 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ടൈം വിത്ത് വിച്ച് നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയ വിൽ ഫർദർ റെഡ്യൂസസ് ടു 6.25. എങ്കിലും ഇത് മൊത്തം റെഡ്യൂസ് ചെയ്ത് 6.25% ആകാൻ എത്ര സമയം എടുക്കുന്നതാണ്? അപ്പോൾ നമുക്ക് ഇനിഷ്യലി 100% ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സംഭവം 6.25% ആവണം. 6.25% അല്ലേ? അപ്പോൾ ഇനിഷ്യലി 100% ഉണ്ടെന്ന് വിചാരിക്കുക T = 0. അപ്പോൾ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 50 ആയി, അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 25 ആയി, അടുത്തൊരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 12.5 ആയി, അടുത്തൊരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എത്രയായി? 6.25 ആയി. അപ്പോൾ ഇത് ഒന്നാമത്തെ ഹാഫ് ലൈഫ്, ഇത് രണ്ടാമത്തെ ഹാഫ് ലൈഫ്, ഇത് മൂന്നാമത്തെ ഹാഫ് ലൈഫ്, നാലാമത്തെ ഹാഫ് ലൈഫ്. അപ്പോൾ കറക്റ്റ് ഇത് 6.25 ആകാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് ഈ 25 നിന്ന് 12 ആകാനുള്ള സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ലൈഫ് അറിയാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി സാമ്പിൾ ഇനിഷ്യലി 100 ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് 6.25 എത്തണമെങ്കിൽ എത്ര ഹാഫ് ലൈഫുകൾ കഴിഞ്ഞിട്ടുണ്ടാവും? 4 ഹാഫ് ലൈഫുകൾ. അപ്പോൾ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എത്ര വരും? നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് n = 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ടൈം T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ഇൻറ്റു T½ എന്നെടുക്കാം. അപ്പോൾ എത്ര സമയം കൊണ്ട് ഇത്രയും ഈ രീതിയിലാവും. അപ്പോൾ ഹാഫ് ലൈഫുകൾ 4 ഹാഫ് ലൈഫുകൾ. ഒരു ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 8 സെക്കൻഡാണ്. അപ്പോൾ 4 ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 8 × 4. അപ്പോൾ 4 × 8 അല്ലെങ്കിൽ 8 × 4. അപ്പോൾ മൊത്തം 32 സെക്കൻഡുകൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സാമ്പിൾ 6.2% കൂടെ റെഡ്യൂസ് ചെയ്യും. 32 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ബ്രോർ തിയറി ദ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലർ മൊമെൻറ്റം അല്ലേ? അത് റിവോൾവിങ് ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ബോർ പോസ്റ്റുലേഷൻ അനുസരിച്ച് ആംഗുലർ മൊമെൻറ്റം L =
എം ഇൻറ്റു വി ഇൻറ്റു ആർ ഈക്വൽ ടു സാറ്റിസ്ഫൈ എ ക്വാണ്ടം കണ്ടീഷൻ എൻ ഇൻറ്റു എച്ച് ബൈ 2π. അവിടെ n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1 2 3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഏത് ഓർബിറ്റാണ്? സെക്കൻഡ് ഓർബിറ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻ്റ് L ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ 2π. ഈ 2 ഉം 2 ഉം വെട്ടി പോകുമ്പോൾ ആ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻ്റ് എത്ര കിട്ടും? എച്ച് ബൈ പൈ. 2π അല്ലല്ലോ, എച്ച് ബൈ 2 ഉം 2 ഉം വെട്ടിപ്പോയി എച്ച് ബൈ പൈ എന്ന് കിട്ടും. ശരിയല്ലേ? എച്ച് ബൈ പൈ കറക്റ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ കണ്ടെയ്ൻ 2 ഡയോഡ് ഈച്ച് വിത്ത് 0 ഫോർവേഡ് റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ഐഡിയലാണ്, ഫോർവേഡ് റെസിസ്റ്റൻസ് ഇല്ല, ഐഡിയൽ ഡയോഡാണ്. ആൻഡ് ഇൻഫിനിറ്റ് ബാക്ക്വാർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, റിവേഴ്സ് ബയാസ് ചെയ്യുന്ന സമയത്ത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ഐഡിയൽ ഡയോഡാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡയോഡ് ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ത്രൂ 2 വാട്ട് അല്ല 2 ഓം ആണ്, 2 ഓം റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഇതിൻ്റെ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ഇത് പി റീജിയൻ മോർ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയാസാണ്, ഈ ഡയോഡ് റിവേഴ്സ് ബയാസാണ്. അപ്പോൾ ഇതിൽ കൂടെ എന്ത് ചെയ്യില്ല? നോ കറണ്ട് ഈസ് ഫ്ലോയിങ്. അപ്പോൾ കറണ്ട് ഈ ഡയോഡിൽ കൂടെ കയറി ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസ് എടുക്കണ്ട, ഇത് കറണ്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ 2 ഓം റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ എല്ലാത്തിലും കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ആദ്യം ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു, ഇതിൽ കൂടെ ഒറ്റ കറണ്ട് ഒഴുകുന്നത്, ഇതിങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിൽ കൂടെ പോകത്തില്ല, ഈ ഡയോഡ് ഇത് കടത്തി വിടത്തില്ലല്ലോ. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 + 2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 5 ഓം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ ഒറ്റ കറണ്ടേ ഉള്ളൂ. ഈ 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് ആയാലും ഈ ഡയോഡിൽ കൂടെ പോകുന്ന കറണ്ട് ആയാലും ഒക്കെ സെയിം തന്നെയാണ്. 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എത്രയാണ്? 0.8 ആംപിയർ. ഈ 0.8 ആംപിയർ ആയിരിക്കും ഈ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഈ സെല്ലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഈ 0.8 ആംപിയർ തന്നെ ഇതിൽ കൂടെ കയറി ഇവിടെ വന്ന് എന്ത് ചെയ്യും? ഇതിൽ കൂടെ ഒറ്റ കറണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് തുടങ്ങുന്ന കറണ്ട് എന്തിനാണ് ശ്രമിക്കുന്നത്? പോസിറ്റീവ് തുടങ്ങിയത് നെഗറ്റീവിലെത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ ലൂപ്പിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ രണ്ടിലൂടെ ഒറ്റ കറണ്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഇതിൽ കൂടെയുള്ള കറണ്ട് ചോദിച്ചാലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ബാറ്ററിയുടെ വോൾട്ടേജിൻ്റെ ഡിവൈഡ്. അല്ലാതെ ഇതിലൊരു കറണ്ടും ഇതിൽ വേറൊരു കറണ്ടും അല്ല, ഇത് സീരീസാണ്. ഇത് രണ്ടും ഒറ്റ ഇതാണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 0.8 ആംപിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് റിവേഴ്സ് ബയാസ്ഡ്? ഇപ്പോൾ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ നമ്മൾ തിയറി പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? പിന്നെ പി റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ തിയറി പഠിച്ചു വെച്ചിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് എൻ റീജിയൻ കണക്ട് ചെയ്യണം, പോസിറ്റീവ് റീജിയൻ പിയുമായിട്ട് കണക്ട് ചെയ്യണം. പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ പി റീജിയൻ്റെയും എൻ റീജിയൻ്റെയും ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് പി റീജിയൻ മോർ പോസിറ്റീവ് ആണെങ്കിൽ അത് ഫോർവേഡ് ബയാസ് ആയിരിക്കും, പി റീജിയൻ മോർ നെഗറ്റീവ് ആണെങ്കിൽ റിവേഴ്സ് ബയാസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 15ഉം 12ഉം, അപ്പോൾ +3 ആണ് വരുന്നത്. ഇത് ഫോർവേഡ് ബയാസ് ആണ്. അല്ലെങ്കിൽ ഇതും പി റീജിയൻ മോർ പോസിറ്റീവ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ് ആണ്. അടുത്ത രണ്ടാമത് ഇവിടെ എർത്താണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് 0 -2 ആണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ പി റീജിയൻ എന്ന് പറയുന്നത് 0 -2, അപ്പോൾ 2 വോൾട്ട് തന്നെ വരും അല്ലേ? 0 പിന്നെ -2. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ പി റീജിയൻ ഇത് മൈനസ് അല്ലേ, മോർ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതും ഫോർവേഡ് ബയസ് ആണ്. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 -2 2 വോൾട്ട് ആണ്. പി റീജിയൻ മോർ പോസിറ്റീവ് ആണ്, ശരിയാണ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്തപ്പോൾ പോസിറ്റീവ് ആണ്. ഇത് നോക്കിയേ, ഇവിടെ നിങ്ങൾ ഡിഫറൻസ് എടുത്താൽ -10 -12 എത്ര വരും? നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ പി റീജിയൻ എന്ത് തന്നെയാണ്? ഇതിനെ അപേക്ഷിച്ച് മോർ പോസിറ്റീവ് തന്നെയാണ്. കാരണം ഇവിടെ -12 കറക്റ്റ് എത്ര കിട്ടി? 2 കിട്ടുന്നുണ്ട്, +2 വോൾട്ട്. അപ്പോൾ ഇത് എന്താണ്? ഫോർവേഡ് ബയാസ്. ഇവിടെ നോക്കിയേ, ഇവിടെ 0, ഇവിടെ എത്രയാണ്? -10. അപ്പോൾ -10 -0 -10. ഇപ്പോൾ പി റീജിയൻ എന്തായി? മോർ നെഗറ്റീവായി. അപ്പോൾ ഇവിടെ പി റീജിയൻ എന്ന് പറയുന്ന മോർ പോസിറ്റീവ് അല്ല, പി റീജിയൻ്റെയും എൻ റീജിയൻ്റെയും ഡിഫറൻസ് നോക്കിയപ്പോൾ അത് നെഗറ്റീവാണ്. അപ്പോൾ പി റീജിയൻ എന്തായിരിക്കണം? മോർ പോസിറ്റീവ് ആയിരിക്കണം. അല്ലാതെ എല്ലായ്പ്പോഴും ബാറ്ററിയുടെ പ്ലസ്സുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പി റീജിയനും എൻ റീജിയനും തമ്മിലുള്ള ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പോൾ അത് മോർ പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് ബയാസ് ആയിരിക്കും.
അപ്പോൾ ഇവിടെ ഇത് റിവേഴ്സ് ബയസാണ്, കാരണം ഇതിൻ്റെ ഡിഫറൻസ് നെഗറ്റീവാണ്. അപ്പോൾ പി റീജിയൻ ഇതിനെ അപേക്ഷിച്ച് മോർ നെഗറ്റീവാണ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയസായി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഈ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ ഗിവൺ കോമ്പിനേഷൻ ഓഫ് ഗേറ്റ് ലോജിക് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് എ ബി സി ആർ ഫോളോ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു 0, എ ഈക്വൽ ടു ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു 0. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തെന്നാണ് ചോദ്യം. ആക്ച്വലി ഈ ഗേറ്റ് ഒരു ഓർ ഗേറ്റാണ് കേട്ടോ. ഇത് ഓറാണ്. അപ്പോൾ ഇത് ഓറാണ്, ഈ ഗേറ്റ് നാൻഡാണ്. നിങ്ങൾക്ക് ബൂലിയൻ എക്സ്പ്രഷൻ എന്ന് പഠിക്കേണ്ട കാര്യമില്ല, ചുമ്മാ ഇൻപുട്ട് കൊടുത്ത് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ ഇവിടെ 0 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. അപ്പോൾ ഇത് ഓർ ഗേറ്റാണ്. ഓർ ഗേറ്റ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് പ്രസൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. കാരണം ഓർ ഗേറ്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഇൻപുട്ട് പ്രസൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. ഇത് രണ്ടും ലോ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ആ ലോ ഇവിടെ വരും. അടുത്ത സിയിൽ നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യലി എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ നേരെ 0 വരും. അപ്പോൾ 0യും 0യും കൂടെ ആൻഡാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 0 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇത് ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ഗേറ്റാണ്, ആൻഡിനെ നോട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ 0യും 0യും ചേരുമ്പോൾ 0 ആയി വരേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ബബിളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അത് 1ലേക്ക് പോകും. അപ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടി. അപ്പോൾ നമുക്ക് ഈ 2 ആൻസറും വെട്ടിക്കളയാം. അതല്ല ആൻസർ. അപ്പോൾ നമുക്ക് 3 4 ആണ് നമ്മുടെ ആൻസർ. അടുത്ത നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ 1 കൊടുക്കുന്നു, ഇവിടെ 1 കൊടുക്കുന്നു, ഇവിടെ എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. ഇവിടെ 1 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? 1 കിട്ടി. ഇവിടെ 0യും വന്നു. ഫലത്തിൽ ഈ 1ഉം 0യും കൂടെ ചേരുമ്പോൾ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ 0 ആണ് വരേണ്ടത്. പക്ഷേ ഇത് നാൻഡാണ്. അപ്പോഴും എത്ര വരും? 1 വരും. നമ്മുടെ ആൻസർ എത്രയാണ്? 1 1. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഇങ്ങനെ ചുമ്മാ ട്രയൽ ആൻഡ് എററിൽ എന്ത് ചെയ്താൽ മതി? ഇൻപുട്ട് കൊടുത്തിട്ട് ഗേറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത്. അപ്പോൾ ഇത് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഈ സെമി കണ്ടക്ടറിൽ നിന്ന് ഗേറ്റിൽ നിന്ന് എല്ലാ പ്രാവശ്യം എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നല്ലോണം ഒന്ന് നോക്കിയോളൂ. അടുത്ത ക്വസ്റ്റ്യൻ കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ്. ഇപ്പോൾ നീറ്റിന് എൻ്റെ പാർട്ടിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷേ മറ്റേ എക്സാമിന് കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ, ഇത് NCERTയിലെ ഒരു സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ സ്പേസ് വേവ് ആയിട്ട് സെൻഡ് ചെയ്യാറുണ്ട്, സ്കൈ വേവ് ആയിട്ട് സെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്കൈ വേവ് പ്രൊപ്പഗേഷനുണ്ട്, പിന്നെ സ്പേസ് വേവ് പ്രൊപ്പഗേഷനുണ്ട്. ഈ സ്കൈ വേവ് എന്ന് പറയുന്നത് അയണോസ്ഫിയർ വഴിയാണ് അതിൻ്റെ അയക്കുന്നത്. അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്താണ് ഈ സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ NCERT പറയുന്നത് 2 MHz മുതൽ 30 MHz വരെയുള്ള സിഗ്നലാണ് ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഡേറ്റ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്ത് ഇവിടെ പല ഗൈഡിനകത്ത് ഇത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കുക. പല ഗൈഡിലും ഇത് മിസ്കോൺസെപ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോളോയിങ് ഫിഗർ റെപ്രസെൻറ്റ് 2 ബൾബ് B1 ആൻഡ് B2, റെസിസ്റ്റർ R, ഇൻഡക്ടർ L വെൻ സ്വിച്ച് AC is turned off. അപ്പോൾ ആദ്യം ഈ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് ആയിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൽ കൂടെയൊക്കെ കറണ്ട് ഒഴുകി ഇൻഡക്ടർ ഒരു EMF ഇൻഡക്ടറിനകത്ത് ഡെവലപ്പ് ചെയ്യും, ഒരു ബാക്ക് EMF. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലുള്ള ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ബൾബുണ്ട്, പിന്നെ ഈ ഇൻഡക്ടർ ഒരു EMF പോലെ ആക്ട് ചെയ്യും, ബാക്ക് EMF പോലെ ആക്ട് ചെയ്യും. പിന്നെ ഇവിടെ ഒരു ബൾബുണ്ട്. സർക്യൂട്ട് ക്ലോസ് ആയി. സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ ഇൻഡക്ടർ ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടർ ഇന്ന് തിരിച്ച് എനർജി എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻഡക്ടർ ഒരു സെല്ല് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇൻഡക്ടർ നിന്നുള്ള എനർജി ഇതുവഴി ഈ ബൾബ് വഴി കയറി ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഡെസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻഡക്ടറിൽ അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് പവർ ലോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻഡക്ടറിന് അക്രോസ് ഇതൊരു സെല്ലെന്ന് പറഞ്ഞാൽ ബാക്ക് EMF ആണ്, തീരുന്നവർ ആ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ത് ചെയ്യും? റെസിസ്റ്റർ വഴി പോകുമ്പോൾ റെസിസ്റ്ററിൽ ഹീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ രണ്ടിലൂടെയും ഒരുമിച്ചാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ രണ്ടുപേരും പതുക്കെ കറഞ്ഞ് രണ്ടുപേർക്കും ഒരു ഡിലേ ഉണ്ടാവും. ചില ബുക്കിനകത്ത് ഇതിനകത്ത് മാത്രമേ ഡിലേ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു സെല്ല് പോലെ ആക്ട് ചെയ്യും. പക്ഷേ ആ സെല്ലിൻ്റെ EMF കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി കുറയാണ്. ആ കുറയുന്നവരെയും ഈ കറണ്ട് എന്ത് ചെയ്യും? ഇതിൽ നിന്ന് കറണ്ട് ഇങ്ങനെ ഇതുവഴി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കുറഞ്ഞ് അവസാനം രണ്ടുപേരും ഓഫാവും. അപ്പോൾ B2 ഡൈസ് ഔട്ട്, ബോത്ത് B1 ആൻഡ് B2 ഡൈ വിത്ത് സം ഡിലേ. രണ്ടും കുറച്ച് കഴിയുമ്പോഴേ അണയത്തുള്ളൂ. ഇതും കത്തുന്നുണ്ട്. കാരണം ഇതിൽ നിന്നുള്ള കറണ്ട് ഇത് തിരിച്ച് ഇതിൽ കൂടെ അയക്കും. പിന്നെ ഇത് റെസിസ്റ്റർ വഴി ഹീറ്റ് ലോസായി എനർജി നഷ്ടപ്പെട്ടു പോകും. ഇത് ബാറ്ററി പോലെ തിരിച്ച് അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഡീക്ക് ചെയ്ത് പോകും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ സർക്യൂട്ട് ഷോൺ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ബാറ്ററി ലോങ് ടൈം ആഫ്റ്റർ ഫ്രെച്ചിങ് ദ സ്വിച്ച്. അപ്പോൾ കുറേ നേരം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലോങ് ടൈം എന്ന് പറഞ്ഞാൽ T = ∞ എന്ന് എടുക്കാം.
അപ്പോൾ ഇൻഡക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡി സിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിനെ ഒരു ഡി സിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ t=0 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഹൈ ഓപ്പോസിഷൻ കൊടുക്കും. t=0 ഇൻഡക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻഡക്ടർ ഡി സിക്ക് ഒരു ഹൈ ഓപ്പോസിഷൻ കൊടുക്കും ഡയറക്റ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഡി സിക്ക് അതൊരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു ഓപ്പൺ പോലെ ആക്ട് ചെയ്യും. t=0 ഡി സിക്ക് ഹൈ ഓപ്പോസിഷൻ കൊടുക്കും. അപ്പോൾ ഇൻഡക്ടറിൽ കൂടെ ആ സമയത്ത് ഡി സി പാസ് ചെയ്യത്തില്ല, ഹൈ ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ ഉണ്ടാവും. കുറേ സമയം ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആവും. അപ്പോൾ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പ്യുവർ കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യും. ഇൻഡക്ടർ ആക്ട് ആസ് എ പ്യുവർ കണ്ടക്ടർ ഫോർ ഡി സി. സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ പ്യുവർ കണ്ടക്ടർ ഫോർ ഡി സി. ഡി സിക്ക് ഒരു പ്യുവർ കണ്ടക്ടർ പോലെ ഇത് ആക്ട് ചെയ്യും. അപ്പോൾ പ്യുവർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഓമിക് റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ബാറ്ററിയാണ്. ബാറ്ററി കൂടെ എത്ര കറണ്ട് പോകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ സമയത്ത് ഇത് ഹൈ ഓപ്പോസിഷൻ കൊടുക്കുന്നതുകൊണ്ട് കറണ്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. രണ്ടാമത്തെ കേസിൽ കറണ്ട് ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്യത്തില്ല, ഇതിന് റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ഈ ബാറ്ററിയുടെ പോസിറ്റീവും തുടങ്ങി ഇവിടെ കയറത്തില്ല, കാരണം ഇതിനെക്കാട്ടിയും വളരെ ലോ റെസിസ്റ്റൻസ് ആണുള്ളൂ. അപ്പോൾ ഇത് വഴി കയറി നമ്മൾ ലോങ് ടൈം പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊരു പ്യുവർ കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യും. ഇതിൻ്റെ നെഗറ്റീവിലേക്ക് വരും. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇതിൽ കൂടെ കറണ്ട് പോകുന്നില്ല. പാർ എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് വരും? 10+10 എന്ന് വരും. 10+10 എന്ന് പറയുന്നത് 20 വരും. ഇതിൽ കൂടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ താഴെ നമ്മുടെ വോൾട്ടേജ്, അപ്പോൾ കറണ്ട് =20/20. ഈ സമയത്ത് ബാറ്ററി സെൻഡ് ചെയ്യുന്ന കറണ്ട് എത്ര ആയിരിക്കും? 1 ആമ്പിയർ കറണ്ട് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഈ 1 ആമ്പിയർ കറണ്ട് ആയിരിക്കും ബാറ്ററി കൂടെ പോകുന്നത്. അടുത്ത ടിപ്പിക്കൽ ഒപ്റ്റിക്കൽ ഫൈബർ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ മെറ്റീരിയൽ ആൻഡ് ക്ലാഡിംഗ് മെറ്റീരിയൽ ഈസ് ദ ഓർഡർ ഓഫ്. ഇത് ആക്ച്വലി ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇപ്പോൾ നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഒരു സെക്ഷനിലും പറയുന്നില്ല. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഈ കോറിനെ സറൗണ്ട് ചെയ്ത് ക്ലാഡിംഗ് ഉണ്ട്. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടി റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് എന്ത് ചെയ്യണം? ഈ ലൈറ്റ് പാസ് ചെയ്യണം. റെയറർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവും ഡെൻസർ മീഡിയത്തിന് കൂടുതലുമായിരിക്കും. അപ്പോൾ ഈ കോറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അത് ഏകദേശം 1.5 റേഞ്ചിലേക്കാണ് വരുന്നത്. അതിന് N1 എന്ന് വിളിക്കാം. മറ്റത് ഏകദേശം 1.485 റേഞ്ചിലേക്കാണ് വരുന്നത്. ഏകദേശം 1.485 റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് കോറും ഇത് ക്ലാഡിങ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ 0.015 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് 1.5 × 10⁻² എന്ന് എഴുതാം. ഈ 1.5 5-നെക്കാട്ടിയും താഴെ ആയതുകൊണ്ട് ഇതിന് അപ്രോക്സിമേറ്റ് 1 എന്നെടുത്താൽ ഇതിൻ്റെ ഏകദേശം ഓർഡർ വരുന്നത് 10⁻² എന്നാണ്. ചില ഇതിനകത്തൊക്കെ 10⁻1 എന്ന് പറയുന്നുണ്ട്, പക്ഷേ പ്രാക്ടിക്കലി നോക്കിയാൽ 10⁻² ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 10⁻³ മാറ്റി -2 ആക്കാം. ഇത് ഒരു അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ സിലബസിനകത്തില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ബേസിസിലാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യണം? ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് എങ്ങോട്ട് കയറണം? റെയറർ മീഡിയത്തിലോട്ട് കയറണം. ശരിയല്ലേ? ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് കയറണം. അപ്പോൾ നമുക്ക് ഇവിടെ ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, റെയറിൻ്റെ കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഈ കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് കൊടുത്താൽ മാത്രമേ ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകാൻ പറ്റും. അപ്പോഴാണ് ഇത് അതിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട പ്രൊപ്പഗേഷനാണ്. പിന്നെ ഇതിൻ്റെ പവർ 10⁻² ആണ്, 10⁻² ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റി ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ AC സോഴ്സ് ഓഫ് RMS വോൾട്ടേജ് V ആൻഡ് നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ കപ്പാസിറ്റർ ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് പവർ. ഇപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു സർക്യൂട്ടാണ്. അപ്പോൾ അത് വാട്ട്ലെസ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ്. AC സർക്യൂട്ടിൽ അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഓമിക് റെസിസ്റ്റൻസ് മസ്റ്റാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ സർക്യൂട്ടിൽ കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് VRMS × IRMS cos φ ആണ്. ഇതാണ് കൺസ്യൂംഡ് പവർ എന്ന് പറയുന്നത് ACയുടെ കേസിൽ. അതിൽ കപ്പാസിറ്ററിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ കറണ്ട് വോൾട്ടേജ് നമ്മളുടെ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. അപ്പോൾ cos 90 എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഒരു പ്യുവർ കപ്പാസിറ്ററിലും ഒരു പ്യുവർ ഇൻഡക്ടറിലും ഒരിക്കലും
പവർ ജനറേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അത്തരം സർക്യൂട്ടിനെ വാട്ട്ലെസ്, അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. അത്തരം സർക്യൂട്ടിലൊരു പവർ ജനറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സ്വെൽ ഇൻ ഹിസ് ഫേമസ് ഇക്വേഷൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സം ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ്. ആക്ച്വലി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ്വെലാണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ആ സമയത്ത് ആ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിൻ്റെ ഫലമായിട്ടൊരു കറണ്ട് ഉണ്ടാകും. ഈ കറണ്ടാണ് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ പുറമേ ആ കണക്ട് ചെയ്തിരിക്കുന്ന വയറിലൂടെ ആയിരിക്കും ഒഴുകുന്നത് കറണ്ട്. അത് നമ്മൾ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയും. ഈ കണ്ടക്ഷൻ കറണ്ട് ചെയ്യുന്ന അതേ ജോലി കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ചെയ്യലാണ് ആരുടെ ജോലി? ഈ പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ജോലി. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് അങ്ങനെ പേര് വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം, ഇലക്ട്രിക് ഫീൽഡിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു. ഇലക്ട്രിക് ഫീൽഡിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാകണമെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്ററിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ആ കറണ്ട് എന്ന് പറയുന്നത് ഏത് കറണ്ടാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. അടുത്ത റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 വേവ്സ്. അപ്പോൾ A1 എന്ന് പറയുന്ന ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1/A2 എന്ന് പറയുന്നത് 4:3 ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി. മാക്സിമം ഇൻറ്റൻസിറ്റി നടക്കുന്ന റീജിയനെ കൺസ്ട്രക്റ്റീവ് റീജിയൻ എന്നും മിനിമം ഇൻറ്റൻസിറ്റി നടക്കുന്ന റീജിയനെ റിസ്ട്രിക്റ്റീവ് ഇൻറ്റൻസ് എന്ന് പറയാമല്ലോ. അപ്പോൾ I മാക്സിമം എങ്ങനെ കണ്ടുപിടിക്കാം? I മാക്സിമം കണ്ടുപിടിക്കാൻ A1 + A2 the whole square എടുത്താൽ പോരെ. I മിനിമം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A1 - A2 the whole square. അപ്പോൾ ഇവിടെ 4, 3, 7. അപ്പോൾ I max/I എടുക്കുമ്പോൾ എന്ത് കിട്ടും? 7/4 - 1 the whole square. അപ്പോൾ 49:1 എന്നൊരു ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ സ്ലിറ്റ് ആർ ഇലിമിനേറ്റഡ് ബൈ എ വൈറ്റ് ലൈറ്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ലിറ്റ് ഈസ് D. അപ്പോൾ 2 സ്ലിറ്റുണ്ട്, S1 S2. ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ D ആണ്. The screen is located distance D from the slits. Find the missing wavelength of the screen directly in front of one of the slit. അപ്പോൾ ഇത് one of the slit നമുക്ക് ഇവിടെ D എന്ന് വിളിക്കാം. ഇങ്ങനെയാണ് സ്ക്രീൻ വെച്ചിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഏതൊക്കെ വേവ് ലെന്ത് മിസ്സാവുമെന്ന് വെച്ചാൽ ഡാർക്കിൻ്റെ കണ്ടീഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലാണ് സ്ക്രീൻ ഇരിക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ ഈ S1Pയും S2Pയും തമ്മിലുള്ള ഡിഫറൻസാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ഇത് √D² + D² എന്ന് വരും, അല്ലേ? ഡിസ്റ്റൻസിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്ക്വയർ എടുത്താൽ പോരെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? D² + small d² the whole raised to 1/2 എന്ന് എഴുതാം. D² + small d² raised to 1/2. ഇനി പാത്ത് ഡിഫറൻസ് Δx എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? S1P - S2P, അല്ലെങ്കിൽ ഇത് S1 ഇത് S2 എന്ന് എടുത്താൽ മതി. എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് S2P - S1P. S2P നമുക്ക് എങ്ങനെ എഴുതാം? D² + D² the whole raised to 1/2 - D. ഇതിൽ നമുക്ക് ഒരു D² പുറത്തെടുക്കാം. കാണാം, D² പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് D ആവും. അപ്പോൾ ഒരു D² കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അത് റൂട്ടിന് പുറത്തിറങ്ങുമ്പോൾ D ആവും. ഇവിടെ ഒരു 1 വരും. ഇവിടെ എന്തായി? D² raised to 1/2 - D. അപ്പോൾ D² കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇവിടെ D² ഇല്ലാത്തതുകൊണ്ട് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈയും ചെയ്തിട്ട് D² റൂട്ടിന് പുറത്തെടുത്തു. ഇനി നമുക്ക് ബൈനോമിയൽ തിയറം പ്രകാരം 1 + x the whole raised to n. x എന്ന് പറയുന്ന വളരെ ചെറുതാണെങ്കിൽ, എക്സിൻ്റെ വില വളരെ സ്മോൾ ആണെങ്കിൽ ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 + nx എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1/2 വരും. അപ്പോൾ D × എന്തായി? 1 + ഈ പവർ ഇവിടെ വരും. അപ്പോൾ D² / 2D², പിന്നെ -D.
ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിയും ഈ മൈനസ് ടിയും പോയി, ബാക്കി ഏതാണ്? ബാക്കിയുള്ള ഇതും ഇതുമാണ്. അപ്പോൾ ഡി സ്ക്വയർ ബൈ 2d സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി? ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d ആണ് പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ വൺ ഓഫ് ദ സ്ലിറ്റിൽ ഫ്രണ്ടിൽ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പാത്ത് ഡിഫറൻസ് ഉണ്ടായി. ഇനി മിസ്സിംഗ് വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ ബ്രൈറ്റ് ഡാർക്കിൻ്റെ കണ്ടീഷൻ എഴുതുക. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 2n+1 λ/2 ആണ് പാത്ത് ഡിഫറൻസ്. ഇതിൽ n+1 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ n എന്ന് പറയുന്നത് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 1 2 3 എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ഡാർക്കിൻ്റെ കണ്ടീഷൻ ആകുമ്പോൾ n 1 കൊടുക്കാം, n 1 കൊടുക്കുന്ന സമയത്ത് 0 കൊടുക്കാം, അപ്പോൾ അത് λ/2 വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലാംഡ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് വരും? 2 ഇൻറ്റു പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2n+1 ലാംഡ. അപ്പോൾ വേവ് ലെന്ത് ലാംഡ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പാത്ത് ഡിഫറൻസ് ബൈ എന്താ 2n+1 അല്ലേ? അപ്പോൾ ഡെൽറ്റ 2 ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ ഡെൽറ്റ എക്സ് എത്രയാണ്? ഡി സ്ക്വയർ ബൈ 2d. അപ്പോൾ 2 ഇൻറ്റു എന്ത് വരും? ഡി സ്ക്വയർ ബൈ 2d ഇൻറ്റു ആരാ? 2n+1. ഈ 2ഉം 2ഉം വെട്ടിപ്പോയി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വേവ് ലെന്ത്, മിസ്സിംഗ് വേവ് ലെന്ത് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി ഇൻറ്റു 2n+1. അപ്പോൾ ആദ്യം നമ്മൾ n ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മിസ്സിംഗ് വേവ് ലെന്ത് കിട്ടുന്നത് ഡി സ്ക്വയർ ബൈ ഡി ആണ്. അടുത്ത n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 വരും, അപ്പോൾ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3d വരും. അടുത്ത n ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 5 വരും, അപ്പോൾ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 5d വരും. അപ്പോൾ ഈ പറയുന്ന എന്താ വേവ് ലെന്തൊക്കെ ഈ രീതിയിൽ വരുന്നത്, അതായത് ഡി സ്ക്വയർ ബൈ ഡി, ഡി സ്ക്വയർ ബൈ 3d, ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 5d, ഈ വേവ് ലെന്തൊക്കെ എന്തായിരിക്കും? മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ സമയത്ത് എവിടെയൊക്കെ ഡാർക്കായിട്ടുള്ള ഇൻ്റർഫറൻസ് നടക്കും, അതായത് ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഇതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പാരൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് ഡൈഇലക്ട്രിക് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1/√3 ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണെങ്കിൽ അത് എന്തായി? ആംഗിൾ ഓഫ് ബ്രൂസ്റ്റർ ആംഗിളാണ്, പോളറൈസേഷൻ ആണ്. ഇപ്പോൾ ബ്രൂസ്റ്റർ ആംഗിൾ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാൻ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ടാൻ ഐ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ടാൻജൻറ്റ് ഓഫ് പോളറൈസിങ് ആംഗിൾ ടാൻ ഐ പി ഈക്വൽ ടു എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. അപ്പോൾ ഐ പി ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുത്താൽ പോരെ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/√3 അപ്പോൾ 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലാസ് സ്ലാബ് ഈസ് പ്ലേസ്ഡ് ഓവർ എ കളേർഡ് ലെറ്റർ ദ ലീസ്റ്റ് റൈസ്ഡ് കളർ. അപ്പോൾ ലീസ്റ്റ് കളർ റൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് തിക്നെസ് ഇൻറ്റു 1 - 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും വേവ് ലെന്തും നമ്മൾ റിലേഷനുണ്ട്, അത് ഇൻവേഴ്സ് റിലേഷനാണ്. അത് കോഷീസ് ഫോർമുല എന്നാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം ഫോർമുലയെന്ന് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ വേവ് ലെന്ത് കൂടുന്തോറും എന്ത് ചെയ്യും? വേവ് ലെന്ത് കൂടുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്ത് സംഭവിക്കും? കുറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടൈം കൂടും. ഈ ടൈം കൂടുമ്പോൾ ഷിഫ്റ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് വേവ് ലെന്തുമായിട്ട് റിവേഴ്സ് റിലേഷനാണ്. അപ്പോൾ അത് കോഷീസ് ഫോർമുലയാണ്, a+b/λ² എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം വേവ് ലെന്ത് കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്ന ആലോചിച്ചാൽ മതി. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതാണല്ലോ നമ്മുടെ വിജിയോർ. ഇങ്ങോട്ട് പോകുന്നതോറും വേവ് ലെന്ത് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും, റെഡിൻ്റെ n കുറവായിരിക്കും. അപ്പോൾ n കുറയുന്ന സമയത്ത് ഈ ടൈം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ത് ചെയ്യും? ഇത് കൂടുമ്പോൾ ഡിഫറൻസ് കുറഞ്ഞു പോകും. ഡിഫറൻസ് കുറഞ്ഞ് കഴിയുമ്പോൾ ആ ഗ്ലാസ് ലാബിൻ്റെ തിക്നെസ് ഇൻറ്റു ഈ വാല്യൂ എടുക്കുമ്പോൾ ഷിഫ്റ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഈ ഗ്ലാസ് ലാബിലൂടെ നോക്കുന്ന സമയത്ത് പല കളറുകൾ പലതായിട്ട് റൈസ് ചെയ്യുന്നത്, എല്ലാം ഒരേ ലെവലായിരിക്കത്തില്ല. അതിൽ റെഡ് കളറായിരിക്കും എന്ത് ചെയ്യുന്നത്? ലീസ്റ്റ് റൈസ് ചെയ്യുന്നത്, അതിൻ്റെ ഷിഫ്റ്റ് കുറവാണ്. ഇവിടെ തന്നെ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേവ് ലെന്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെന്ത് ഉള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് വയലറ്റിനാണ്, വിസിബിൾ ലൈറ്റിൽ.
അടുത്ത് കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെന്ത് 80 സെൻറ്റിമീറ്റർ. അപ്പോൾ 80 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെന്തുള്ള കോൺവെക്സ് ലെൻസും 50 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെന്തുള്ള കോൺകേവ് ലെൻസും കമ്പൈൻ ചെയ്ത റിസൾട്ടൻ്റ് പവർ എന്നതാണ്. അപ്പോൾ ആദ്യത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 100/80 എന്ന് എടുക്കുക അല്ലേ, 100/80. അടുത്ത ഇപ്പോൾ 10/8 വരും. 10/8 എന്ന് പറയുന്നത് 5/4 വരും അല്ലേ, 5/4. അത് 1.25 അല്ലേ വരുന്നത്. അപ്പോൾ അത് പ്ലസ് 1.25 വരും ഡയോപ്റ്റർ. അടുത്ത P2 എന്ന് പറഞ്ഞാൽ കോൺകേവ് ആണ്. അതിൻ്റെ ഫോക്കൽ ലെന്ത് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 100/15 വരും. അത് കോൺകേവ് ആയതുകൊണ്ട് മൈനസ് വരും. അപ്പോൾ ഇവിടെ ഒന്ന് കോൺവെക്സിൻ്റെ പവർ 1.25ഉം മറ്റത് -2D. അപ്പോൾ ഇതിൻ്റെ കമ്പൈൻ പവർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ P നെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, നെറ്റ് പവർ ഈസ് ഈക്വൽ ടു -2D പ്ലസ് 1.25. സോ ഇറ്റ് ഈസ് -0.75 ഡയോപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു എ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ, ഫൈൻഡ് ദ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ ഈ കപ്പാസിറ്റർ, ഇപ്പോൾ ഈ ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമുക്ക് ഈ കപ്പാസിറ്റർ ഇരിക്കുന്ന ഭാഗത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ½ CV² വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ സർക്യൂട്ട് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഈ കപ്പാസിറ്റർ ചാർജ് ആയിരിക്കുന്നതുകൊണ്ട് സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ കൂടെ കപ്പാസിറ്റർ കൂടെ കറണ്ട് ഫുള്ളി ചാർജ് ആകുമ്പോൾ ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൽ കൂടെ കറണ്ട് പോകത്തില്ല. അപ്പോൾ ഈ വരുന്ന മെയിൻ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കറണ്ട് ഇങ്ങനെ പോകും, ഇതിലൂടെ ഒരു കറണ്ട് ഇങ്ങനെയും പോകും. അപ്പോൾ ഇത് രണ്ട് സീരീസാണ്. അപ്പോൾ 1 + 4 3 4 ആയി. അടുത്ത 3 + 1 4 ആയി. അത് രണ്ടും പാരലാണ്. അപ്പോൾ സർക്യൂട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 1ഉം 3ഉം ഒരേ ഡയറക്ഷനിലാണ്. കാരണം ഇതിൽ കൂടെ വരുന്ന കറണ്ട് തന്നെ ഇതിൽ കൂടെയും പോകുന്നത്. അതുപോലെ ഇതിൽ കൂടെ വന്നു കറണ്ട് ഇതിൽ കൂടെയും പോകുന്നത്. അപ്പോൾ 1ഉം 3ഉം എന്താണ്, സീരീസാണ്. ഇത് സീരീസാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 + 3 4 എന്ന് കിട്ടി. അതുപോലെ 3ഉം 1ഉം അത് സീരീസാണ്, അതും 4 എന്ന് കിട്ടി. ഇനി കറണ്ട് ഡിവിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ 4 പാരൽ വിത്ത് 4. രണ്ട് ഐഡൻറ്റിക്കൽ റെസിസ്റ്ററുകൾ പാരലായാൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R/N എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ R എഫക്റ്റീവ് എന്ന് പറയുന്നത് 4/2 2 ഓം ആണ്. കൂടാതെ ഇതാണ്ട് ഇവിടെ ഒരു 1 ഓം കൂടെ ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റർ എല്ലാം കൂടെ ചേർന്നൊരു സിംഗിൾ റെസിസ്റ്റർ ആവും. അത് ബാറ്ററിയുമായിട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സിംഗിൾ റെസിസ്റ്ററാണ് 2 ഓം. പിന്നെ കൂടാതെ ബാറ്ററിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടെ വരും. ഇനി ബാറ്ററിയിൽ നിന്ന് കറണ്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാത്തിലൂടെ ഒറ്റ കറണ്ടായിരിക്കും ഒഴുകുന്നത്. അപ്പോൾ സർക്യൂട്ടിൻ്റെ കറണ്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് I = എന്ത് വരും, എഫക്റ്റീവ് EMF ബൈ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 + 1 ആണ്. അപ്പോൾ 15/3 5 ആംപിയർ കറണ്ടാണ് ഇതിൽ കൂടെ ഒഴുകുന്നത്. 5 ആംപിയർ കറണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു പോയിൻ്റ് A എന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ഒരു പോയിൻ്റ് B എന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ഒരു പോയിൻ്റ് C എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന 5 ആംപിയർ കറണ്ട്, ഇവിടെ വരുന്ന 5 ആംപിയർ കറണ്ട് എന്ത് ചെയ്യും, 5 ആംപിയർ കറണ്ട് ഈ അപ്പർ ബ്രാഞ്ചിലൂടെയും ലോവർ ബ്രാഞ്ചിലൂടെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അപ്പർ ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയും 4 ഓം ആണ്, ഇവിടെയും 4 ഓം ആണ്. അപ്പോൾ 2.5 ആംപിയർ കറണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് 5 ആംപിയർ ആണ്. മുകളിലത്തെ റെസിസ്റ്റൻസ് 4 ഓം ആണ്, താഴെയും 4 ഓം ആണ്. അപ്പോൾ ഈ വരുന്ന കറണ്ട് എന്ത് ചെയ്യും, ഈ മെയിൻ സർക്യൂട്ടിൽ വരുന്ന ഈ 5 ആംപിയർ കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് രണ്ടും കൂടെയും കയറി പോകും. അതുപോലെ താഴെ ഇതേപോലെ കയറി പോകും. ഇവിടെയാണ് കപ്പാസിറ്റർ ഇരിക്കുന്നത് ഇതിനിടയിൽ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഇതിൽ കൂടെ കയറി പോകുന്നത് 5/2 2.5 ആംപിയർ. ഇവിടെ കൂടെ കയറി പോകുന്നത് എത്രയാണ്, 2.5 ആംപിയർ. അപ്പോൾ ഇതിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ C എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിയും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് A VC - VA എന്നെടുത്തു. VC - VA എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൽ കൂടെ പോകുന്ന കറണ്ട് 2.5 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. അപ്പോൾ 2.5 വോൾട്ട് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത VC - VB നോക്കുമ്പോൾ അത് 2.5 ഇൻറ്റു അവിടുത്തെ 3 ആണ്. അപ്പോൾ അത് 7.5 എന്ന് കിട്ടി.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ വി സി മൈനസ് വി എ മൈനസ് വി സി മൈനസ് വി ബി എടുത്താൽ എന്ത് കിട്ടും? വി സി പോവും, പിന്നെ എന്ത് കിട്ടും? വി എ മൈനസ് വി ബി കിട്ടും. വി എ മൈനസ് വി ബി കിട്ടും. ഈ വി എ മൈനസ് വി ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് വി സി മൈനസ് തിരിച്ചെടുത്താൽ മതി, കാരണം ഇവിടെ പൊട്ടൻഷ്യൽ ഇതിനാ കൂടുതൽ. അപ്പോൾ തിരിച്ചെടുത്താൽ മതി തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് വി സി മൈനസ് വി ബി മൈനസ് എന്തെടുക്കാം? വി സി മൈനസ് വി എ. ഞാൻ എടുത്താലോ? ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വി എ മൈനസ് വി ബി ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 വോൾട്ടെന്ന് കിട്ടും. അപ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. ഇതാരാണ് നോക്കിയാൽ വി സി പോയി. ഇത് നമുക്ക് കിട്ടുന്നത് വി എ മൈനസ് വി ബി ആണ്. അതായത് വി എ ബി ആണ് കിട്ടുന്നത്. വി എ മൈനസ് വി ബി അത് 5 വോൾട്ട് കിട്ടി. അപ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വോൾട്ടാണ് കിട്ടുന്നത്. ഇതിനിടയിൽ 5 വോൾട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഡെൽറ്റ വി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു സി വി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിന്മേ സ്റ്റോർ ചെയ്യുന്ന എനർജി യു എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സി ഇൻറ്റു ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ വി എന്ന് എടുക്കുന്നത്. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വോൾട്ടാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 മൈക്രോഫാരഡാണ്. ഈ 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈ 5 വോൾട്ട് ഉപയോഗിച്ച് ചാർജ് ആവും. 2 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25. ഈ രണ്ട് വെട്ടിപ്പോവും. അപ്പോൾ ഇത് ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി ഇത്രയും വരും. 25 ഇൻറ്റു 10⁻⁻6 ജൂൾ എനർജി ഈ കപ്പാസിറ്ററിനകത്ത് ഈ സമയത്ത് സ്റ്റോർ ആവും. 25 ഇൻറ്റു 10⁻⁻6 ജൂൾ ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് സെല്ല് നെഗ്ലിജിബിൾ ആണെങ്കിൽ റെസിസ്റ്റൻസ് R2 ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ R1ഉം R2ഉം പാരലാണ്. കാരണം ഇവിടെ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒരു കറണ്ട് I1 പോവും, ഇതിൽ കൂടെ ഒരു കറണ്ട് I2 പോവും. I1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് രണ്ടുപേർക്ക് ഈ സെയിം ആണ്. ഈ ബൈ ആരായിരിക്കും? R1 ആയിരിക്കും. I2 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ ബൈ R2 ആയിരിക്കും. കാരണം കറണ്ട് ഒരു സ്ഥലത്ത് രണ്ടുപേരും പാരലായതുകൊണ്ട് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് പാരൽ കണക്ഷനാണ്. കാരണം കറണ്ടിൻ്റെ ഡിവിഷൻ നടക്കുന്നുണ്ട്, പാരലാണ്. അപ്പോൾ ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടുപേർക്ക് സെയിം ആയിരിക്കും. അപ്പോൾ ഈ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഇ ബൈ R1 വരും, ഈ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഇ ബൈ R2 വരും. അതിനകത്ത് R1 എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ല, R2 ആണ് ഡിക്രീസ് ചെയ്യുന്നത്. R2 ഡിക്രീസ് ചെയ്യുമ്പോൾ ഇതിൽ കൂടെയുള്ള കറണ്ടിന് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ലല്ലോ. R2 ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 ഡിക്രീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, അത് സെയിം ആണ്, കാരണം അത് പാരലാണ്. അപ്പോൾ R2 ഡിക്രീസ് ചെയ്താൽ ഇതിൽ കൂടെയുള്ള കറണ്ട് കൂടും, I2 കൂടണം, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കറണ്ട് ത്രൂ R1 ഇൻക്രീസ് തെറ്റാണ്, കറണ്ട് ത്രൂ R1 ഡിക്രീസ് തെറ്റാണ്. ഇതെന്ത് ചെയ്യും? ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. മെയിൻ കറണ്ടിന് വ്യത്യാസം വരും, കാരണം ദാറ്റ് ഈസ് ഈക്വൽ ടു I2 മാറുന്നതുകൊണ്ട് I1 പ്ലസ് I2 മാറുന്നത് കൊണ്ട് ഇത് വരും. പക്ഷേ I1 കോൺസ്റ്റൻ്റ് ആയിട്ട്, കാരണം പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 5 ohm റെസിസ്റ്റർ ഡ്യൂ ടു കറണ്ട് ഫ്ലോയിങ് ഇൻ ദിസ് ഈസ് 10 calorie/second. അപ്പോൾ ഇതിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോകുമ്പോൾ ഇത് സീരീസ് ആണ്, എല്ലാത്തിലും കറണ്ട് സെയിം ആണ്, ഇത് എല്ലാത്തിലും ഒറ്റ കറണ്ടാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ 5 ohm എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടെ കറണ്ട് കടന്നു പോയപ്പോൾ 10 calorie ഹീറ്റ് പെർ സെക്കൻഡ് ഉണ്ടായി. അപ്പോൾ നമുക്ക് I²R ഈക്വൽ ടു എന്താണ്? 10 I²R/T ആണ്, കലോറി പെർ സെക്കൻഡ് ആണ്, എനർജി ഇത് പവറാണ്, അത് എനർജി ബൈ ടൈമാണ്. അപ്പോൾ 10 calorie 10 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ I² ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 10/R എന്ന് എടുക്കാം. R 5 അല്ലേ, അപ്പോൾ 10 എത്ര? 5 2. അപ്പോൾ I² 2 എന്ന് കിട്ടി. എങ്കിൽ ഈ കറണ്ട് തന്നെയാണല്ലോ ഇതിൽ കൂടെയും പോകുന്നത്. 4 ohmൽ എത്ര ഹീറ്റ് ഉണ്ടാകുന്നതാണ്? അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ്, ഹീറ്റ് ബൈ സെക്കൻഡ്, യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്താ? അത് സെയിം കറണ്ട് തന്നെ ഇൻറ്റു 4. I² എത്രയാണ്? 2 ഇൻറ്റു 4. അപ്പോൾ എത്ര? 8 കലോറി ഹീറ്റിൻ്റെ യൂണിറ്റ് ബൈ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 8 calorie ഹീറ്റ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു സെക്കൻഡിൽ 5 ohmൽ കൂടെ പോയ കറണ്ട് 10 calorie സെക്കൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതേ സമയത്ത് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 8 calorie പെർ സെക്കൻഡ് ഹീറ്റ് ഉണ്ടാക്കും. ഇതേ കറണ്ട് തന്നെ 6ലാണെങ്കിൽ എന്തായിരിക്കും?
ഐ സ്ക്വയർ ഇൻറ്റു 6 2 ഇൻറ്റു 6 12 ആയിരിക്കും. 6-ലാണെങ്കിൽ 12 ആണ്, 4-ലാണെങ്കിൽ എത്രയാണ് 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓഫ് ദ ഫോളോയിങ് one of that does not make use of alternating current. ഹീറ്റർ കോയിലിൽ എ സി ആണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് ബൾബിൽ എ സി ആണ്, ഇലക്ട്രിക് ട്രെയിനിൽ എ സി ആണ്, ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ ഡി സി ആണ്. അപ്പോൾ ഡസ് നോട്ട് മേക്ക് യൂസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഏതാണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അത് ചെയ്യാൻ ഡി സി ആണ് യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ബാറ്ററി കറണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സെമി സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് ആർ ക്യാരിങ് എ കറണ്ട് ആയി. സെമി സർക്കുലർ റിംഗ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ വരും, ഇതിൻ്റെ റേഡിയസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ വയർ. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവാർഡോ ഔട്ട്വാർഡോ ആകാം. തൽക്കാലം നമുക്ക് ഇൻവാർഡ് എന്നങ്ങ് വിളിക്കുന്നത് ബി ഇൻറ്റു ദ പ്ലെയിൻ. അത് ഔട്ടോ ഇൻറ്റു എന്തോ ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോഴ്സ് എത്രയെന്നാണ്. അപ്പോൾ ഇത്തരം ഇറഗുലർ ഷേപ്പ് മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിഷ്യലും ഫൈനലും നമ്മൾ യോജിപ്പിച്ചൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യലും ഫൈനലും നമ്മൾ യോജിപ്പിച്ച് ഇതിനെ ഒരു സ്ട്രൈറ്റ് വയർ പോലെ ആക്കുക. എന്നിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ സ്ട്രൈറ്റ് വയർ ഇരിക്കുന്നതായിട്ട് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ് കറണ്ട് കടന്നുവെങ്കിൽ ഇതിലൂടെ ഇങ്ങനെയായിരിക്കും കറണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് എടുക്കുമ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ദൂരമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2r ആയിരിക്കും. ഇനി നമുക്കറിയാം F ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ഇൻറ്റു ബി ആണ്. ILB sin θ ആണ്. എല്ലും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആർക്ക് I ഇൻറ്റു L ഇൻറ്റു ബി ആയിരിക്കും. ഇവിടുത്തെ L എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് ആണ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡ് മുതൽ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതെന്ത് കിട്ടി? 2r എന്ന് കിട്ടി. അപ്പോൾ I ഇൻറ്റു 2rb എന്ന് കിട്ടി. I ഇൻറ്റു 2rb. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ വിത്ത് ഈക്വൽ മൊമെൻറ്റം എൻ്റർ പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. R ഈസ് ഈക്വൽ ടു mv/bq ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ മാക്സിമം വില അതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. R ഈസ് ഈക്വൽ ടു mv/bq. mv മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്ക് p/bq എന്ന് കിട്ടും. ഇവിടെ മൊമെൻറ്റം സെയിം ആണ്, സെയിം ഫീൽഡാണ്. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു 1/q എന്ന് വരും. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ എടുത്താലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് പ്രോട്ടോൺ എടുത്താലും അതിൻ്റെ എമൗണ്ട് എന്ത് തന്നെയാണ്? 1.6 × 10⁻⁻19 കൂളോം തന്നെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും റേഡിയസിൻ്റെ ആ ഷേപ്പ് അല്ലെങ്കിൽ ആ സൈസ് സെയിം ആയിരിക്കും. ഒരാൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ ഒരാൾ ക്ലോക്ക് വൈസ് ആണെന്നേ ഉള്ളൂ. സെൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. ഒരാൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്താൽ മറ്റു ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഒരാൾ ഇങ്ങനെയാണ് റൊട്ടേഷൻ നടക്കുന്നതെങ്കിൽ ഫീൽഡിൽ, ഒരാൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും റൊട്ടേഷൻ നടക്കുന്നത്. ഒരാൾ ഇങ്ങനെ കറങ്ങി വരും, ചിലപ്പോൾ ഒരാൾ ഇങ്ങനെ കറങ്ങി വരും. അത്ര വ്യത്യാസമുള്ളൂ. സൈസ് മാറില്ല. റേഡിയസ് എമൗണ്ട് എന്ത് ചെയ്യത്തില്ല. അപ്പോൾ ബോത്തിൻ്റെയും ആ കർവിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഈക്വലി കർവ്ഡ് ആയിരിക്കും. കർവേച്ചർ റേഡിയസ് സെയിം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സൈക്ലോട്രോൺ ഓസിലേറ്റർ ഫ്രീക്വൻസി 10 MHz തന്നിട്ടുണ്ട്. അപ്പോൾ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് ഒരു പോസിറ്റീവ് ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷനെ അല്ലെങ്കിൽ പാർട്ടിക്കിളിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കും, ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റും ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ സൈക്ലോട്രോണിനകത്ത് കിടന്ന പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു എന്ത് ചെയ്യും? സ്പൈറൽ ഫോമിലായിരിക്കും അതിൻ്റെ റേഡിയസ്. ഓരോ തവണ കറങ്ങും തോറും അതിൻ്റെ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം സൈക്ലോട്രോൺ ഫ്രീക്വൻസി F എന്ന് പറയുന്നത് എന്താണ്? bq/2πm ആണ്. ടൈം പീരീഡ് 2πm/bq ആണ്. ഇനി ഫ്രീക്വൻസി ഇതാണ്. കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? b² q² റേഡിയസ് സ്ക്വയർ/2m ആണ്. b² q² r²/2m ആണ്. അപ്പോൾ ഇതിനകത്ത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ പറയുന്ന BQ ഡിപ്പെൻഡ് ചെയ്യും. BQ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അല്ലാതെ കൈനറ്റിക് എനർജിയുമായിട്ട് വേറെ ഫ്രീക്വൻസിക്ക് റിലേഷനൊന്നുമില്ല. നമുക്ക് BQ തന്നിട്ടില്ലാത്തതുകൊണ്ട് BQനെ എലിമിനേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് BQ എന്ന് പറയുന്നത് 2πm × F എന്ന് എഴുതാം. ആക്ച്വലി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് BQനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ F ഈസ് ഈക്വൽ ടു ma ആണെങ്കിൽ നമുക്ക് എമ്മിനെ എങ്ങനെ എഴുതാം? F/a എന്ന് എഴുതാം. എന്ന് വെച്ചുകൊണ്ട് മാസ് എന്ന് പറയുന്നത് ഫോഴ്സ് കൂടുമ്പോൾ കൂടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മാസ് എന്ന് പറയുന്നത് ഗിവൺ ബോഡിക്ക് കോൺസ്റ്റൻ്റ് ആണ്.
അതേപോലെ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അത് 2π mfന് ഇക്വലൻ്റ് ആണ്. അത് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എ സിയുടെ ഫ്രീക്വൻസി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ബിയെയും ക്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ ബി ക്യൂ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിതെന്ത് കിട്ടും? സ്ക്വയർ ചെയ്യുമ്പോൾ ഒരു 4π² m² f² എന്ന് വരും ഇൻറ്റു r² 2m എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ ആ 4ഉം 2ഉം കൂടെ കിട്ടിയുമ്പോൾ ഒരു 2 ആയി, 2π² ആയി, ഒരു m² m കൂടെ കിട്ടിയപ്പോൾ m ആയി ഇൻറ്റു സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഇൻറ്റു r² ആയി. ഇത്രയും ജൂളിലായിരിക്കും എനർജി കിട്ടുന്നത്, ഇത്രയും ജൂൾ. ഇനി വേണ്ടത് മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഒരു മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 1.6 × 10⁻⁻13 ജൂളാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ തിരിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 × π² നമുക്ക് 10 എന്ന് എടുക്കാം. പ്രോട്ടോണിൻ്റെ മാസ് 1.6 × 10⁻27 ആണ്. ഫ്രീക്വൻസി 10 MHz ആണ്. അപ്പോൾ 10 × 10⁻6 ആണ്. ഇത് ഹോൾ സ്ക്വയർ ഇൻറ്റു റേഡിയസ് 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 60 × 10⁻²ൻ്റെ സ്ക്വയർ ബൈ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു മെഗാ ഇലക്ട്രോൺ വോൾട്ട് 1.6 × 10⁻13 ആണെങ്കിൽ ഒരു മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻13 ജൂളാണെങ്കിൽ ഒരു ജൂൾ എന്തായിരിക്കും? 1/1.6 × 10⁻13. അപ്പോൾ 1.6 × 10⁻13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 1.6 വെട്ടി. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2 × 10 × 10⁻27 × 10⁻7² 10⁻14 ഇൻറ്റു ഇവിടെ എത്ര വരും? ഇവിടെ 60 × 10⁻² എന്ന് പറഞ്ഞാൽ 6 × 10⁻1 ഹോൾ സ്ക്വയർ. അപ്പോൾ 36 × 10⁻². പിന്നെ താഴെയുള്ള +13 മുകളിൽ വരും, +13 മുകളിൽ വരും, +13. ഇപ്പോൾ 14ഉം 13ഉം 27 ആയി, -27 നമ്മിൽ പോയി. പിന്നെ ഉള്ളത് എത്രയാണ്? 36 × 2 × 10 × 10⁻². അല്ലേ? അപ്പോൾ 36 × 2 അപ്രോക്സിമേറ്റ് 72 വരും ഇൻറ്റു 10⁻⁻1. അപ്പോൾ നിയർലി 7.2 സംതിങ് മെഗാ കൈനറ്റിക് എനർജി അല്ലേ? 7.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയുടെ യൂണിറ്റാണ്. അപ്പോൾ ഏകദേശം 7.2 സംതിങ്ങിലുള്ള ഒരു ആൻസർ ആയിരിക്കും വരുന്നത്. അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിയർലി ഈ ആൻസർ ആയിരിക്കും. അപ്പോൾ നമ്മൾ π² റൗണ്ട് ചെയ്ത് 10 എന്ന് എടുത്താണ്. പൈയുടെ വില എത്രയാണ്? പൈയുടെ വില എന്ന് പറയുന്നത് 3.14 ആണ്. അത് നമ്മൾ സ്ക്വയർ ചെയ്ത് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ π² ന്യൂമറിക്കലി എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എടുത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഇലക്ട്രോൺ മൂവിങ് അപ്വേർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രോൺ അപ്വേർഡായിട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന അപ്വേർഡായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നോർത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിലേക്കാണ്. എങ്കിൽ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് ഒന്നേ നിങ്ങൾക്ക് ക്രോസ് പ്രോഡക്റ്റ് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാം. നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഇലക്ട്രോൺ കറണ്ട് ഉണ്ടാവും. അത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഫിംഗർ എന്ന് പറയുന്നത് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വെക്കണം, നോർത്തിലേക്ക് വെക്കണം. ദെൻ ഇത് ഇലക്ട്രോണിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് വെക്കണം, ഇലക്ട്രോണിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് വെർട്ടിക്കലി അപ്വേർഡാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കറണ്ട് താഴത്തോട്ടായിരിക്കും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ഈക്വൽ ടു നോർത്ത് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇലക്ട്രോൺ കറണ്ട് താഴേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിലേക്കാണ്. അപ്പോൾ ഈസ്റ്റിലേക്കായിരിക്കും പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഈസ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ ഞാൻ എന്തുകൊണ്ട് കറണ്ട് താഴോട്ട് എടുത്തതെന്ന് വെച്ചാൽ ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റാണ് ഇലക്ട്രോൺ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? നോർത്തിലേക്ക് ഫീൽഡ്. അപ്പോൾ ഫീൽഡ് അകത്തോട്ട് വരും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ തിരിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്രോസ് പ്രോഡക്റ്റ് വെച്ച് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു Q × V × B വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ ഇലക്ട്രോൺ ആണ്, അപ്പോൾ -C എന്ന് കൊടുക്കണം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അപ്വേർഡാണ്, അത് K ക്യാപ്പാണ്. അപ്പോൾ V × K ക്രോസ്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് നോർത്താണ്, അത് J ക്യാപ്പ് എന്ന് പറയണം. അപ്പോൾ എന്ത് കിട്ടി? -EVB വിത്ത് K × J എന്ന് കിട്ടി.
കെ ക്രോസ് ജെ ആരാ? ജെ ക്രോസ് കെ ഐ ആണ്. കെ ക്രോസ് ജെ മൈനസ് ഐ ആണ്. ആ മൈനസും പ്ലസ് ആവും. അപ്പോൾ ഇ വി ബൈ വിത്ത് ഐ ക്യാപ്പ് എന്ന് കിട്ടും. ഐ ക്യാപ്പ് ആരെ കാണിക്കുന്ന? ഈസ്റ്റിനെ. അപ്പോൾ ഒന്നേ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് സോൾവ് ചെയ്താൽ. അപ്പോൾ നമുക്ക് 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി നമുക്ക് കിട്ടുന്നത് ഏത് ഡയറക്ഷനാണ്? ഈസ്റ്റിലേക്ക് അല്ലേ? ഈസ്റ്റിലേക്ക്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ വെസ്റ്റിലേക്കായിരിക്കും ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മാഗ്നറ്റ് വിത്ത് മൊമെൻറ്റ് പി തന്നിട്ടുണ്ട്. ഇതിനെ ബെൻഡ് ഇൻറ്റു സെമി സർക്കുലർ ഫോമിലാക്കിയാൽ ന്യൂ മാഗ്നറ്റിക് മൊമെൻറ്റ് എത്ര? അപ്പോൾ ഇതൊരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് പി എന്നാണ് തന്നിരിക്കുന്നത്, മൊമെൻറ്റ് പി. അപ്പോൾ ഞാനിതിൻ്റെ പോൾ സ്ട്രെങ്ത് എം എന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ ഡൈപോൾ മൊമെൻറ്റ് പി എന്നാണ് തന്നിരിക്കുന്നത്. എം ഇൻറ്റു എൽ എന്ന അസ്യൂം ചെയ്തു. ഇതൊന്ന് സൗത്ത് പോളും ഒന്ന് നോർത്ത് പോളാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെമി സർക്കുലർ ആക്കി മാറ്റുകയാണ്. ഈ എഫക്റ്റീവ് ലെങ്ത് മാറും. പോളൊക്കെ അവിടെ തന്നെ കാണും. പോൾ മുതൽ പോൾ വരെയുള്ള എഫക്റ്റീവ് ലെങ്ത് മാറും. അങ്ങനെയാണെങ്കിൽ ഈ ബെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോളിൻ്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസമൊന്നും വരില്ല, പക്ഷേ പോൾ മുതൽ പോൾ വരെയുള്ള ദൂരം മാറും. അപ്പോൾ ന്യൂ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോൾസ് ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോൾസ് ആയിരിക്കും. പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നേരത്തെ ഇപ്പോഴും ഇതൊന്ന് സൗത്ത് ആണെങ്കിൽ മൈനസും മറ്റേത് പ്ലസ്സും ആണെന്നേ ഉള്ളൂ. ഞാൻ 2 mm എന്ന് എടുത്തതേ ഉള്ളൂ. ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണ്. നോർത്ത് പോൾ പോസിറ്റീവ് ചാർജ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ പോൾ സ്ട്രെങ്ത് എം തന്നെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ 2 പോൾസ് 2 ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എം ഇൻറ്റു 2 ആണെന്നായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് പൈ ആർ എന്ന് എഴുതാം. അപ്പോൾ റേഡിയസ് ആർ ഈക്വൽ ടു എന്ത് വരും? എൽ ബൈ പൈ എന്ന് വരും. അപ്പോൾ ഇത് എം ഇൻറ്റു എന്തായി? 2 ഇൻറ്റു എൽ ബൈ പൈ ആയി. അപ്പോൾ 2ml ബൈ പൈ എന്നായി. 2ml ബൈ പൈ. ആരാണ് എം ഇൻറ്റു എൽ? പി ആണ്. അപ്പോൾ 2p ബൈ പൈ എന്നായി. 2p ബൈ പൈ എന്നായി. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഷീൽഡ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫ്രം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഷീൽഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ക്യാബിൻ മെയ്ഡ് ഓഫ്. അത് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ, അയൺ പോലുള്ള മെറ്റീരിയലുകൾ തന്നെ വെച്ചാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. എങ്കിലേ അതിനെ ഒരു മറ്റ് ഇൻട്രാക്ഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ കോമ്പസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ലാബിനകത്ത് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇതിനകത്ത് ഒരു അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവരുമ്പോൾ അയൺ പോലുള്ള മെറ്റീരിയൽ, അയൺ മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് അയണാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ പ്ലസ് ക്യൂ ആക്കുക. പ്ലസ് ക്യൂ. 3 charges are placed at the vertices of an equilateral triangle. Find the force experienced by a charge q placed at the centroid. അപ്പോൾ ഇവിടെ സെൻട്രോയിഡ് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ചാർജാണ്. ഇതെല്ലാം ഐഡൻറ്റിക്കൽ ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഒരു നൾ പോയിൻ്റ് റീജിയൻ ആയിരിക്കും. കാരണം ഇത് പോസിറ്റീവ് ആക്കണം, അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടാണ്. ഇത് ആൻസറും ഇല്ല ഇത് പോസിറ്റീവ് ആക്കിയില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ചാർജ് ഇത് എല്ലാം സിമിലർ ചാർജ് ആണെങ്കിൽ, അപ്പോൾ ഈ ചാർജ് ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചു. അത് ഇതിൽ നിന്ന് എവേ. ഈ ചാർജ് ഇതിലേക്കൊരു ഫീൽഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇതിൽ നിന്ന് എവേ. ഈ ചാർജ് ഒരു ഫീൽഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഇതിൽ നിന്ന് എവേ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കുന്ന ഫീൽഡ് ഇങ്ങോട്ട് വരും. അത് 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്യും. അതും ഇതും തമ്മിൽ ഇത് ആൻറ്റി പാരലാവും. അപ്പോൾ നെറ്റ് ഫീൽഡ് 0 ആയി പോകും. ഇനി ഫീൽഡ് 0 ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് സിമിലർ ചാർജുകൾ ഏതൊരു റെഗുലർ പോളിഗണിൻ്റെ വെർട്ടെക്സിൽ വെച്ച് കഴിഞ്ഞാലും ചാർജ് സിമിലർ ആണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതായത് സെൻട്രോയിഡിൽ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിരിക്കും. സെൻട്രോയിഡ് ആയിരിക്കും, ഇക്വിലിബ്രിയം ആയിരിക്കും. അതിപ്പോൾ റെഗുലർ പോളിഗൺ ആയാലും എക്സഗൺ ആയാലും ഒരു ഷോർട്ട് കട്ടാണ്. പക്ഷേ ഇവിടെ മൈനസ് ക്യൂ ആണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും, തിരിഞ്ഞ് വരും. കാരണം നെഗറ്റീവ് ചാർജ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടാണ്. ഇതെല്ലാം പോസിറ്റീവായിട്ട് ആൻസർ കൊടുത്തിട്ട് ആൻസർ 0 എന്ന് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ ചാർജ് ക്യൂ കോളോം ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ക്യൂബ്, ദ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഫ്രം ദ ക്യൂബ്. അപ്പോൾ ഗോസ് തിയറം പ്രകാരം ഒരു ക്ലോസ്ഡ് സർഫസിനകത്തൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന നെറ്റ് ഫ്ലക്സ് ഫൈ നെറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ ഇന്നാണ്, എൻക്ലോസ് ചെയ്യുന്ന ചാർജാണ്. ഇത് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ക്യൂ മൈക്രോ കൂളമാണ്. അപ്പോൾ 1/ε0 ഇൻറ്റു ക്യൂ ഇൻറ്റു 10⁻⁻6. അപ്പോൾ എന്ത് കിട്ടും? ക്യൂ ഇൻറ്റു 10⁻⁻6/ε0.
Q into 10 raised to minus 6 by epsilon 0. അടുത്ത ക്വസ്റ്റ്യൻ, two conductors C1 and C2 in a circuit are joined as shown in figure. The potential of point A is V1 and that of B is V2. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് പോയിന്റ് D will be. അപ്പോൾ ഈ കപ്പാസിറ്ററും സീരീസിലാണ്. അപ്പോൾ ഇവരുടെ ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ചാർജ് സെയിം ആണ്. നമുക്ക് ചാർജിനെ എന്തെന്ന് എഴുതാം? Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V എന്ന് എഴുതാം. ആക്ച്വലി ഈ V എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമ്മൾ വി എന്ന് വിളിക്കുന്ന സാധാരണ ഒരു ബാറ്ററിയുടെ പ്ലസും മൈനസും നമ്മളുടെ വോൾട്ടേജിനെയാണ് വി എന്ന് വിളിക്കുന്നത്. ചിലത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് C1 ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ V1 എന്ന് വിളിക്കാം. C2 ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡെൽറ്റ V2 എന്ന് വിളിക്കാം. അപ്പോൾ എക്കും ഡിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അപ്പോൾ C1 ഇൻറ്റു അതെന്തായി? VA മൈനസ് VD ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വിച്ച് ഈസ് ഈക്വൽ ടു C2 ഇൻറ്റു ഇവിടെ VD മൈനസ് VD മൈനസ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് V1 ആണ്. അപ്പോൾ C1 V1 മൈനസ് VD സിക്വൽ ടു C2 ഇൻറ്റു എന്താ VD മൈനസ് V2. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ ഓഫ് പോയിൻ്റ് D, VD ആണ് വേണ്ടത് അല്ലേ? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും? C1 V1 മൈനസ് C1 VD is equal to C2 VD മൈനസ് C2 V2. ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ C1 V1 പ്ലസ് C2 V2 ഈസ് ഈക്വൽ ടു ഇതിന് അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ C1 പ്ലസ് C2 ഇൻറ്റു എന്തായി? V at D ആയി. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ആയിട്ട് D എന്ന് പറഞ്ഞാൽ V at D ഈസ് ഈക്വൽ ടു എന്ത് വരും? C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2 എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2 നോക്കാം, കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ സർക്യൂട്ട് ഷോൺ എ പോയിൻ്റ് A ആൻഡ് B ആർ കണക്റ്റഡ് ബൈ എ വയർ ഹാവിങ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. അപ്പോൾ എയും ബിയും തമ്മിൽ ഒരു നെഗ്ലിജിബിൾ വയറുള്ള റെസിസ്റ്റൻസ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താവും? സെയിം ആവും. ഒരു റെസിസ്റ്റൻസ് ഇല്ലാത്ത വയർ വെച്ച് കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ എന്താവും? സെയിം ആവും. പൊട്ടൻഷ്യൽ സെയിം ആകുമ്പോൾ നമ്മൾ നോക്കിയാൽ ഈ പോയിൻറ്റും കോമൺ പോയിൻ്റായി. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3ഉം 6ഉം പാരലായി. അപ്പോൾ 3 പാരൽ വിത്ത് 6. അപ്പോൾ 3 പാരൽ വിത്ത് 6 ആയി. അപ്പോൾ എന്ത് കിട്ടി? 3 പാരൽ വിത്ത് 6. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലേ? അപ്പോൾ അത് രണ്ടും പാരലാവുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് 3 ഇൻറ്റു 6 ബൈ 3 പ്ലസ് 6. അപ്പോൾ അത് 18/9 2ആയി. അപ്പോൾ അടുത്ത വീണ്ടും 3 പാരൽ വിത്ത് 6. അപ്പോൾ ഇവിടെ നിന്ന് ഈ രണ്ട് റെസിസ്റ്ററും ഇതും അപ്പോൾ അവിടെയും നമുക്ക് എന്തായി? 2 ആയി. ആ 2ഉം 2ഉം തമ്മിലിങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് 4 ആയി അല്ലേ? അപ്പോൾ ഇത് രണ്ടും പാരലായി, അത് തമ്മിൽ സീരീസ് ആയി, ശരിയല്ലേ? ഇത് രണ്ടും പാരൽ, അത് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് 2 ആയി. അപ്പോൾ R എഫക്റ്റീവ് എടുക്കുന്ന സമയത്ത് ഈ 3ഉം 6ഉം പാരലായി 2 പ്ലസ് 3ഉം 6ഉം പാരലായി 2 പ്ലസ് പിന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 2ഉം കൂടെ വരുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ഓം വരും. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് I എന്ന് പറയുന്നത് V/R എഫക്റ്റീവ് വരും. R എഫക്റ്റീവ് ഇവിടെ 6 ഓം ആണ്. അപ്പോൾ 18/6 3 ആംപിയർ കറണ്ടാണ് ഇതിൽ കൂടെ വരുന്നത്. അപ്പോൾ 3 ആംപിയർ കറണ്ട് ഇതിൽ കൂടെ വരും. ഇനി ഇത് പാരൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് കറണ്ട് ഡിവൈഡിങ് ഫോർമുല വെച്ച് നമുക്ക് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയും നോക്കാം. അപ്പോൾ കറണ്ട് ഡിവിഷൻ ഫോർമുല എന്ന് വെച്ചാൽ ഇത് മെയിൻ കറണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മെയിൻ കറണ്ട്. അപ്പോൾ കറണ്ട് ഡിവിഷൻ ഫോർമുല ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 ആണെങ്കിൽ I1 കണ്ടുപിടിക്കാൻ മെയിൻ കറണ്ട് ഇൻറ്റു അതിൻ്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എടുക്കുക, അത് 6 ആണ്, ബൈ ഇതിൻ്റെ സമ്മം എടുക്കുക. ഇതാണ് കറണ്ട് ഡിവിഷൻ ഫോർമുല. അപ്പോൾ മെയിൻ കറണ്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്, ഇൻറ്റു 6/9. അപ്പോൾ ഇവിടെ നമുക്ക് 9 3 കൂടെ കിട്ടിയപ്പോൾ ഇവിടെ എത്രയായി? 3 ആയി. 6/3 എത്രയായി? 2 ആംപിയർ ആയി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതിൽ കൂടെ 2 ആംപിയർ കറണ്ടാണ് വരുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ കൂടെ എത്ര പോകും? 1 ആംപിയർ. ഈ 2 ആംപിയർ, അപ്പോൾ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ആണ്. അപ്പോൾ മൊത്തം ഈ പറയുന്ന 6ഉം 3ഉം പിന്നെ വീണ്ടും ഒറ്റ റെസിസ്റ്ററായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമായിട്ട്. അപ്പോൾ 2 ആംപിയർ ആണെങ്കിൽ ഇവിടെ 1 ആംപിയർ തിരിച്ചല്ലേ? അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഇതിൽ കൂടെ ഒരു 1 ആംപിയർ കറണ്ട് കയറിപ്പോയേ പറ്റുള്ളൂ അല്ലേ? എങ്കിലല്ലേ ബാറ്ററിയിൽ വരുമ്പോൾ ഈ 2ഉം ഇവിടെ ഒരു 1 ആംപിയർ ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ഒരു 1 ആംപിയർ കയറി വന്നു കഴിഞ്ഞാൽ മാത്രമേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് കഴിഞ്ഞാൽ ഈ 2 ആംപിയറിൽ 1 ആംപിയർ ഇതുവഴി ഇറങ്ങി വരും. 1 ആംപിയർ. അപ്പോൾ 1 ആംപിയർ പിന്നെ ഇതിൽ കൂടെ ഒരു 1 ആംപിയർ പോകും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ആംപിയറിൽ ഇവിടെ ഇപ്പോൾ 1 ആംപിയറായി. അപ്പോൾ ഒരു 1 ആംപിയർ ഇതിൽ കൂടെ കയറിപ്പോകും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് 1 ആംപിയർ കറണ്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് ആ വയറിലൂടെ 1 ആംപിയർ കറണ്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഈ വയർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്തായി? പാരലായി. അപ്പോൾ ഇത് രണ്ടും പാരലായി. അപ്പോൾ ആ 2 റെസിസ്റ്റർ ഇങ്ങനെ പാരലായിട്ടിരിക്കുക. ആ 2 റെസിസ്റ്റർ ഇങ്ങനെ പാരലാവും. പിന്നെ അതും പിന്നെ വീണ്ടും ഇതും കൂടെ പാരലായി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ സർക്യൂട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരേ പൊട്ടൻഷ്യലാവും. അപ്പോൾ ഇത് രണ്ടും പാരൽ, ഇത് രണ്ടും പാരൽ. അപ്പോൾ 2 ഇതുമായിട്ട് കറക്റ്റ് 3 ആംപിയർ കറണ്ടാണ് വരുന്നത്. ഈ 3 ആംപിയർ കറണ്ടിൽ 2 ആംപിയർ കറണ്ട് ഇവിടെ വരും അല്ലേ? അപ്പോൾ മൊത്തം 3 ആംപിയറാണ്. 2 ആംപിയർ കറണ്ട് ഇവിടെ വരും. അപ്പോൾ ഇതിൽ കൂടെ 1 ആംപിയർ കറണ്ടാണ്. അപ്പോൾ തിരിച്ച് വീണ്ടും ഇവിടെ കൂടെ എത്ര വരും? ഇതിലിപ്പോൾ മൊത്തം 3 ആംപിയറിൽ 3 ഓം റെസിസ്റ്ററിൽ കൂടെ 2 ആംപിയർ പോയാൽ 6 ഓമിൽ കൂടെ അതിൻ്റെ പകുതിയേ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 1 ആംപിയറേ വരത്തുള്ളൂ അല്ലേ? അപ്പോൾ 2 1 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബ്രാഞ്ചിൽ വരുന്ന സമയത്ത് 1 ആംപിയർ ഇങ്ങോട്ട് കയറുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് ഈ വയറിൽ കൂടെ എത്ര പോകണം? 1 ആംപിയർ പോകണം. അതിനുശേഷം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വരുന്ന 1ഉം ഈ ഇറങ്ങി വരുന്ന 1കൂടെ ചേരുമ്പോൾ എത്രയായി? 2ഉമായി. അപ്പോൾ ഈ 3 ഓമിൽ 2 ഓം ആണെങ്കിൽ ഇവിടെ എത്രയായി? 2 ആയി. തിരിച്ച് ഇതെങ്ങനെയാണ് വരും? ഫലത്തിൽ ഈ വയറിൽ കൂടെ അല്ലെങ്കിൽ ക്രിസ്റ്റോഫ്സിൽ എഴുതി നോക്കേണ്ടി വരും. ഈ വയറിൽ കൂടെ 1 ആംപിയർ എയിൽ നിന്ന് ബിയിലേക്ക് ആയിരിക്കും. കാരണം ഇവിടെ 2 ആംപിയറാണ്. ഇത് രണ്ടും പാരലാണ്. കാരണം ഇവിടെ പൊട്ടൻഷ്യൽ എന്തായി? സെയിം ആയി. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് രണ്ടും നമുക്ക് സീരീസ് ആണെന്ന് തോന്നുമല്ല. ഇവിടെ ഈ വയർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ 2 പോയിൻറ്റും കൂടെ ഒന്നിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വയറിൽ കൂടെ കറങ്ങുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിലും ഈ വയറിൽ കൂടെ എന്ത് പോകുന്നുണ്ട്? ഇത് ഷോർട്ടല്ല, ഇത് രണ്ടും കൂടെയും പൊട്ടൻഷ്യൽ സെയിം ആണെന്നേ ഉള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഈ വയർ ഈ റെസിസ്റ്റൻസ് ഇല്ലാത്ത വയറിൽ കൂടെ ഒരു കറണ്ട് കയറി പോകുന്നുണ്ട്. ആ കറണ്ടാണ് ഈ 1 ആംപിയർ എന്ന് പറയുന്നത്. അത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം 3 ആംപിയറാണ്. അപ്പോൾ 3 ആംപിയർ കറണ്ടിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗത്തിൽ കൂടുതൽ കറണ്ട് കയറി അത് 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഡബിളാണിത്. അപ്പോൾ ഇതിൽ കൂടെ 1 ആംപിയറേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇതുപോലെ പാരലല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ 2 ആംപിയർ ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 2 ആംപിയർ വരണം. അപ്പോൾ ഇവിടെ 1 ആംപിയർ ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 1 ആംപിയർ വരണം. അപ്പോൾ ഇതിൽ കൂടെ വരുന്ന 2 ആംപിയറിൽ 1 ആംപിയർ ഇതുവഴി എന്ത് ചെയ്യും? കയറി വരും. പിന്നെ ഈ വരുന്ന 1 ആംപിയറും ഇതും കൂടെ ഇവിടെ വെച്ചിട്ട് 2 ആംപിയർ ആവും. അപ്പോൾ വീണ്ടും ഇത് 3 ആംപിയർ ആവും. ഇവിടെ നിന്ന് 3 ആംപിയർ വന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇവിടെ 1 ആംപിയർ ഫ്രം എ ടു ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഫ്രിഞ്ച് വിത്ത് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് 4800 ആങ്സ്ട്രോം യൂസ് ചെയ്തപ്പോൾ 0.03 മില്ലിമീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 6400 ആങ്സ്ട്രോം യൂസ് ചെയ്താൽ എന്ത് വരുമെന്നാണ്. നമുക്കറിയാം ബീറ്റ ഈസിക്കൽ എന്താണ്? ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ എന്താണ്? സ്മോൾ ഡി ആണ്. അപ്പോൾ ബീറ്റ പ്രപ്പോർഷണൽ ടു ആരാ? ലാംഡയാണ്. അപ്പോൾ രണ്ടാമത്തെ കേസിലെ ഫ്രിഞ്ച് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ആദ്യത്തെ കേസിലെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിലെ വേവ് ലെന്ത് ബൈ ഫസ്റ്റ് കേസിലെ വേവ് ലെന്താണ്. രണ്ടാമത്തെ കേസിലെ വേവ് ലെന്ത് എത്രയാണ്? 6400 ആണ് അല്ലേ? 6400 ബൈ ആദ്യത്തെ കേസിൽ എത്രയാണ്? 4800 അല്ലേ? ഫസ്റ്റ് കേസിലത് 0.03 മില്ലിമീറ്റർ ആയിരുന്നു. ഇവിടെ 64/48 ഇൻറ്റു ലാംഡ 1 വരും. അപ്പോൾ ലാംഡ 2 ഈസ് ഈക്വൽ ടു 64/48 ഇൻറ്റു എത്ര? 0.03. അപ്പോൾ 0.03 കൂടുതൽ ആൻസർ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡി ബ്രോഗ്ലി വേവ് ലെന്ത് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ബോർ ഓർബിറ്റ് ഈസ് ഈക്വൽ ടു. നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ
ഒരു ഓർബിറ്റൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് അതിൻ്റെ സർക്കംഫറൻസ് ലെങ്ത് ആണ്. അപ്പോൾ ഏത് ഓർബിറ്റാണ്? ബോർ ഓർബിറ്റ്. ബോർ ഓർബിറ്റ് ആകുമ്പോൾ n ഈക്വൽ ടു ഫസ്റ്റ് ആണ്. അപ്പോൾ 2πr എന്ന് പറയുന്ന അതിൻ്റെ സർക്കംഫറൻസ് ലെങ്ത് തന്നെയായിരിക്കും ആ ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെന്ത്. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ആയിരിക്കും. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് സർഫസ് ഓഫ് ആൻ അറ്റോമിക് ന്യൂക്ലിയസ് Z50 റേഡിയൈ 9 × 10⁻⁻13 സെൻറ്റിമീറ്റർ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/, ആറ്റത്തിനെ സ്പെറിക്കലായിട്ട് എടുത്താൽ മതി, Q/R. Q എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് 9 × 10⁻⁹ Qനെ ZD എന്ന് എഴുതിയാൽ മതി ക്വാണ്ടൈസേഷൻ വെച്ച്. അപ്പോൾ 9 × 10⁻⁹ Z എന്ന് പറയുന്നത് 50 ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻19 ബൈ താഴെ റേഡിയസ് എത്രയാണ്? 9 × 10⁻⁻13 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ -13 × സെൻറ്റിമീറ്ററിന് മീറ്ററിലാക്കുന്ന ഒരു -2 കൂടെ കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു 9 വെട്ടി. പിന്നെ വരുന്നത് 1.6 × 5 ആണ് അല്ലേ, 1.6 × 15 അല്ലേ. പിന്നെ വരുന്നത് -19 9, അപ്പോൾ -10. പിന്നെ വരുന്നത് ഈ -15 മുകളിൽ വരുമ്പോൾ +15 ആയി. അപ്പോൾ ഇത് എത്രയായി? ഇത് 80 ആയി. 80 × 10⁻5 ആയി. 8 × 10⁻6 ആയി. അപ്പോൾ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഹെവി ന്യൂക്ലിയസ് റസ്റ്റ് ഇരുന്ന് ബ്രേക്ക് ചെയ്ത് 2 ഫ്രാഗ്മെൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ മൊമെൻ്റം കൺസിഡേർഡ് ആയിരിക്കുമല്ലോ, എക്സ്പ്ലോഷൻ അല്ലേ. ഫ്ലൈ ഓഫ് ചെയ്ത് വെലോസിറ്റി ഇൻ ദ റേഷ്യോ 8:1. അപ്പോൾ P1/V2 8:1 ആണ്. ചോദ്യം റേഡിയസ് ഓഫ് ദെയർ ഫ്രാഗ്മെൻറ്റ്. ഇപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R = R0 × A⁻⁴ ആണ്. ശരിയല്ലേ? A എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പറാണ്. അപ്പോൾ ഇപ്പോൾ കൺസർവേഷൻ പ്രകാരം m1v1 = m2v2 ആണ്. മൊമെൻ്റം കൺസിഡേർഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ m1/m2 = എന്ത് വരും? v2/v1 which is equal to 1:8 എന്ന് വരും. അപ്പോൾ മാസ് നമ്പറിൻ്റെ ക്യൂബ് റൂട്ടിന് പ്രപ്പോർഷനാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മാസ് നമ്പർ മാസ് എന്ന് അതിൻ്റെ മാസ് നമ്പറായിട്ട് അസ്യൂം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ R എന്ന് പറയുന്നത് R1/R2 = A1/A2⁻⁴. ഇനി A1 എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്. അപ്പോൾ അതിന് വരെ ഇത് കൊടുത്താൽ മതി 1/8⁻⁴ which is equal to എത്ര കിട്ടും? 1/2. വെയ്റ്റിൻ്റെ ക്യൂബ് റൂട്ട് 2 അല്ലേ, 1ൻ്റെ 1 തന്നെയാണ്. അപ്പോൾ 1/2, 1:2. അടുത്ത ക്വസ്റ്റ്യൻ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് വെയർ പാത്ത് ഡിഫറൻസ് λ/6 ആകുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി എത്രയെന്നാണ്. അവിടെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് ആണ്. I0 ഡിനോട്ട് മാക്സിമം ഇൻറ്റൻസിറ്റി. അപ്പോൾ ആക്ച്വലി റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് I max × cos² 5/2 ആണ്. I max ഇവിടെ I0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി I = I0 cos² 5/2. 5 എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ പോയിന്റിൽ ഇൻ്റർഫെയർ ചെയ്യുന്ന വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/6 ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫേസ് ഡിഫറൻസ് Δφ എന്ന് പറഞ്ഞാൽ 2π/λ × പാത്ത് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് എത്ര കിട്ടി? 2π/6 π/3 എന്ന് കിട്ടി. അപ്പോൾ cos² 5/3 × 2, അപ്പോൾ cos² 5/6 ആവും. അപ്പോൾ I റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് I max I0 × cos² 5/3 × 2 5/6. അപ്പോൾ cos 30 വരും. cos 30 എന്ന് പറഞ്ഞാൽ √3/2, അതിൻ്റെ സ്ക്വയർ 3/4. അപ്പോൾ I = I0 × 3/, അപ്പോൾ I/I0യുടെ റേഷ്യോ 3:4 വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ കറണ്ട് ത്രൂ ഡയോഡാണ് ചോദ്യം. യൂസ് ഐഡിയൽ ഡയോഡ് അപ്രോക്സിമേഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെനർ ഡയോഡാണ്.
അപ്പോൾ ഈ സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് ഇത് സെനർ ഡയോഡിന് പാരലായതുകൊണ്ട് ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും സെനർ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ലോഡ് കറണ്ട് IL എന്ന് പറഞ്ഞാൽ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെനർ വോൾട്ടേജ് ആണ്. അപ്പോൾ VZ ബൈ ലോഡ് റെസിസ്റ്റൻസ് 30 കിലോ ഓം ആണ്. 30 × 10⁻3. സെനർ വോൾട്ടേജ് 30 ആണ്. അപ്പോൾ 30 × 10⁻3. അപ്പോൾ 10⁻³ എന്ന് കിട്ടി. അപ്പോൾ ലോഡ് കറണ്ട് IL എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ എന്ന് കിട്ടി. അപ്പോൾ 1 മില്ലി ആംപിയർ കറണ്ട് ഇതുവഴി പോകും, ലോഡിൽ കൂടെ പോകും. ഇനി 60 വോൾട്ട് ഇവിടെ കൊടുക്കുന്നതിൽ 30 വോൾട്ടാണ് ദാറ്റ് ഈസ് ഇക്വൽ ടു സെനറിന് അക്രോസ് ആയിട്ടുള്ള റെഗുലേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ 30 വോൾട്ട് സീരീസ് റെസിസ്റ്റർ അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് സീരീസ് റെസിസ്റ്റർ. അത് 60 - 30, അത് 30 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ത്രൂ സീരീസ് റെസിസ്റ്റർ. അപ്പോൾ കറണ്ട് ത്രൂ സീരീസ് റെസിസ്റ്റർ IS എടുക്കുമ്പോൾ 30 / അവിടുത്തെ റെസിസ്റ്റൻസ് 3 കിലോ ഓം ആണ്. 3 × 10⁻3. അപ്പോൾ ഇത് 10⁻3, 10 × 10⁻³ ആയി അല്ലേ. 10 × 10⁻³ ആയി. ഇത് 10 മില്ലി ആംപിയർ ആയി. അങ്ങനെയാണെങ്കിൽ സെനറിൽ കൂടെ പോയ കറണ്ട് എന്തായിരിക്കും? IZ ഈസ് ഈക്വൽ ടു എന്താ ഈ പറയുന്ന IS - ILoad. അത് 10 - 1 9 മില്ലി ആംപിയർ കറണ്ട്. അപ്പോൾ 9 മില്ലി ആംപിയർ കറണ്ട് ഇവിടെ സെനറിൽ കൂടെ കയറി പോയിട്ടുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ. In the figure below shows a series LCR circuit connected to variable frequency 200. What is the source frequency which drives the circuit resonance? അപ്പോൾ റെസൊണൻസ് ആവുന്ന സമയത്ത് ഈ പറയുന്ന ഓസിലേറ്റ് ചെയ്യുന്ന LC സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇതിൻ്റെ ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്ന ഒമേഗ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ 1/√LC ആണ്. അപ്പോൾ 1/√L എത്രയാണ്? ഇൻഡക്റ്റൻസിൻ്റെ വില എന്ന് പറയുന്നത് 5 ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 80 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 80 × 10⁻⁻⁻ ആണ്. അപ്പോൾ 10⁻⁻6 എന്ന് പറയുന്നതിൻ്റെ റൂട്ട് 10⁻³ ആണ്. അത് മുകളിൽ വരുമ്പോൾ 1000 ആവും, 10⁻³ ആവും. ബൈ 5 × 80 400 ആയി. 400 എന്ന് പറയുന്നത് റൂട്ട് 20 ആണ്. അപ്പോൾ 1000/20 ആയി. 1000/20 ആകുമ്പോൾ എത്രയായി? 1000/20 50. അപ്പോൾ 50 rad/s ആണ് ഈ ആംഗുലർ ഫ്രീക്വൻസി അല്ലേ, 1000/20. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ω/2π ആണ്. അപ്പോൾ 50/2π. അപ്പോൾ എത്ര കിട്ടി? 25/π ഹെർട്സ്. ഇതായിരിക്കും റെസൊണൻറ്റ് ഫ്രീക്വൻസി. റെസൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും അപ്ലൈ ചെയ്യുന്ന സോഴ്സിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഈക്വൽ ആവും. അപ്പോഴാണല്ലോ റെസൊണൻസ് നടക്കുന്നത്. അപ്പോൾ എത്ര കിട്ടി? 25/. അടുത്ത ഈ ക്വസ്റ്റ്യനിൽ കറക്ഷനുണ്ട്. ഇതിനകത്ത് ഈ μ0 എന്ന് പറയുന്ന ടൈമെന്നല്ല. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇത് സെമി സർക്കിളാണ്. ഈ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ് റേഡിയസ്. സെമി സർക്കിളാണ്, റേഡിയസിലാണ്. ഇപ്പോൾ ചോദ്യം ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കണ്ടക്ടർ ക്യാരിങ് കറണ്ട് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ക്രോസ് B ആണ്, ഫീൽഡാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് വയർ L ലെങ്തുള്ള 2 സ്ട്രെയിറ്റ് വയറുണ്ട്. അപ്പോൾ അതിലെ ഫോഴ്സ് എന്ന് പറയുന്ന ILB വരും. ഇതിലെ ഫോഴ്സും ILB വരും. എല്ലാം ഫീൽഡ് ഒരേ ഡയറക്ഷനിലാണ്. ഇതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എഫക്റ്റീവ് ഡിസ്റ്റൻസ് 2r വരും. ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ്. ഇവിടെയല്ല റേഡിയസ്. ഇവിടെയാണ് ഇത് തെറ്റാണ്. ഇത് സെമി സർക്കിളാണ്. ഈ റേഡിയസ് സെൻറ്ററിൽ നിന്ന് വേണം വരയ്ക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് 2r അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് വരും. അപ്പോൾ 2r × IB വരും. അപ്പോൾ ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എന്ത് വരും? 2ILB + 2RIB എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് IB പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2I + 2R ഇതാണ് കൊടുക്കാൻ പറ്റുന്നത്. μ0 ഇവിടെ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഷോട്ട് ചെയ്യുന്നു അനദർ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ അടുത്തേക്ക്. അപ്രോച്ച് അതേ സമയത്ത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് R ആണ്. എങ്കിൽ സ്പീഡ് ഡബിൾ ആക്കിയാൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ചിന് എന്ത് സംഭവിക്കും? അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് R0 എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജിയാണ്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പാർട്ടികളുടെ കൈനറ്റിക് എനർജിക്ക് ഇൻവേഴ്സ് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/v² ആണ്.
പ്രൊപ്പോർഷണാലിറ്റി വി സ്ക്വയറാണ്, സ്പീഡിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R0 ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് ഇൻ സെക്കൻഡ് കേസ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് ഇൻ ഫസ്റ്റ് കേസ് എടുക്കാൻ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഇൻ ഫസ്റ്റ് കേസ് ബൈ കൈനറ്റിക് എനർജി ഇൻ സെക്കൻഡ് കേസ്. അപ്പോൾ അത് സ്പീഡിന് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് എന്ത് വരും? ഇത് V1 ബൈ V2 ഹോൾ സ്ക്വയർ. V1 V എന്നെടുത്താൽ അടുത്ത കേസിൽ അത് 2V ആണ്, 2V ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് 1/4 ആയി. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് ഇൻ സെക്കൻഡ് കേസ് ബൈ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ 1/4 ആയി. അപ്പോൾ നേരത്തെയുള്ള ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് 6 ആയിരുന്നെങ്കിൽ R0 ഇൻ സെക്കൻഡ് കേസ് ഈസ് ഈക്വൽ ടു R0 ഇൻ ഫസ്റ്റ് കേസ് ബൈ 4, R/4. അടുത്ത ക്വസ്റ്റ്യൻ, there are 10 unit of charge at the center of a circle of radiate work done in moving a unit charge once around a circle. അപ്പോൾ ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ഒരു തവണ മൂവ് ചെയ്യിപ്പിക്കാൻ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് ട്രിപ്പിൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് ട്രിപ്പിൽ ഒരു കൺസർവേറ്റീവ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? 0 വർക്കായിരിക്കും. ഇത് ചെയ്യേണ്ട കാര്യം പോലും. അടുത്ത ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഷോർട്ട് മാഗ്നറ്റ് ഇൻ ടാൻ എ ആൻഡ് ടാൻ ബി പൊസിഷൻ. ടാൻ എ എന്ന് പറഞ്ഞാൽ ആക്സിയലാണ് ഉദ്ദേശിക്കുന്നത്, ടാൻ ബി എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയലാണ്. അപ്പോൾ ആക്സിയൽ ഇക്വറ്റോറിയൽ നമ്മൾ റേഷ്യോ 2:1 ആണ് ഒരു ഗിവൺ മാഗ്നറ്റിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി റിലീസ്ഡ് ഇൻ ദ ഫിഷൻ ഓഫ് സിംഗിൾ യുറേനിയം തന്നിരിക്കുക 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ യുറേനിയം 235 പവർ 5 വാട്ടിൽ ഓപ്പറേറ്റ് ചെയ്താൽ എത്ര റിയാക്ഷൻ നടക്കുന്നതാണ്? അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈമാണ്. എനർജി ബൈ ടൈം. എനർജി നമുക്ക് നമ്പർ ഓഫ് ഫിഷൻസ് ഇൻറ്റു എനർജി റിലീസ് എടുക്കാം ബൈ ടൈം. അപ്പോൾ N/T ഈക്വൽ എന്ത് കിട്ടും? പവർ ബൈ എനർജി എന്ന് കിട്ടും. പവർ 5 വാട്ടാണ്, എനർജി 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ 200 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻13 ആണ്. മെഗാ എന്ന് പറയുന്നത് 10⁻6 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.56 ഇൻറ്റു 10⁻11 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിയൽ ടൈം വേരിയേഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഓഫ് A and B ആർ ഷോൺ ബിലോ. ഇൻപുട്ട് ഫീഡ് ടു എ നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ സെലക്ട് ദ ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പോൾ നാൻഡ് ആകുമ്പോൾ ആൻഡിന് നേരെ ഓപ്പോസിറ്റാണ്. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ എല്ലാ ഇൻപുട്ടും പ്രസൻറ്റ് ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. 1 ഔട്ട്പുട്ട് ഉണ്ട്, 0 ഇല്ലല്ലോ ബാക്കി. അപ്പോൾ ഇതാണെങ്കിൽ നേരെ തിരിച്ചാണ്, 1 ഇല്ല, ബാക്കി എല്ലാത്തിലും ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നോക്കാം, ഇത് ഹൈ ആണ്, ഇത് ലോ. അപ്പോൾ ഇവിടെ ഒരു ഹൈ വരണം. അപ്പോൾ ലോയിൽ ഹൈ വരണം. അപ്പോൾ ലോയിൽ ഹൈ. അപ്പോൾ ഇതൊരു ഹൈ ആയിരിക്കണം, ഹൈ ലോ. അപ്പോൾ ആൻഡ് ആണെങ്കിൽ 0 ആണ്, നാൻഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ 2 ലോ. അടുത്ത ഇത് ഹൈ ലോ, ഇത് ലോ. ഇത് ഹൈ. അപ്പോൾ നാൻഡ് ആയതുകൊണ്ട് ഈ ഹൈയിൽ മാത്രം എന്തില്ല? ഔട്ട്പുട്ട് ഇല്ല. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ഹൈയിൽ മാത്രം ഔട്ട്പുട്ട് ഉണ്ട്. ഇതെന്താണ്? ലോ എന്ന് വെച്ചാൽ 0, 1 അങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു ലോ എന്ന് പറയുന്ന 0യും ഹൈ എന്ന് പറയുന്ന 1 ആയിട്ട് എടുക്കണം. അപ്പോൾ ഇത് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ലോയിൽ ഔട്ട്പുട്ട് ഉണ്ട്, ഹൈ ലോയിൽ ഔട്ട്പുട്ട് ഉണ്ട്, ലോയിൽ ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഹൈ ആണ്. ഇവിടെ വരുമ്പോൾ വീണ്ടും എന്തായി? 0 ആയി. അപ്പോൾ അത് വരുന്ന ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയൊന്നും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഉണ്ടോ? ഹൈ ലോ ഹൈ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ഷോസ് ദ സിംബൽ ഓഫ് വിച്ച് ഗേറ്റ്. ഇതൊരു ആൻഡ് ഗേറ്റിനെ ഒരു നോട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഗേറ്റിനെ നോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ആൻഡ് ഗേറ്റിന് ഒരു ബബിളാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ആൻഡ് ഗേറ്റിനൂടെ ഒരു നോട്ട് ഗേറ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ആൻഡ് പ്ലസ് നോട്ട് ആരാണ്? നാൻഡാണ്. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് 1-2 ക്വസ്റ്റ്യന് ചെറിയ ഒരു കീ കറക്ഷൻ ഉണ്ട്, അതുപോലെ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.